നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ മോദി പ്രഭാവവും ബി.ജെ.പി തരംഗവും തീർന്നെന്ന് വിധിയെഴുതിയവർക്ക് മറുപടി നൽകി ബി.ജെ.പിയുടെ തിളക്കമാർന്ന ജയം. ഹരിയാനയിൽ എല്ലാ പ്രവചനങ്ങളും തകർത്ത് മൂന്നാം തവണ ബി.ജെ.പി അധികാരത്തിൽ തുടരുമ്പോൾ അത് സീറ്റ് എണ്ണത്തിൽ റെക്കോർഡായി. മോദി മാജിക് തുടങ്ങിയ 2014 പോലും കിട്ടാത്ത ഭൂരിപക്ഷം നേടിയാണ് ഹിന്ദി ഹൃദയഭൂമി വിട്ടുകൊടുക്കാതെ ബി.ജെ.പി കാത്തുസൂക്ഷിച്ചത്. അനുകൂലമായ നിരവധി ഘടകങ്ങൾ കളഞ്ഞുകുളിച്ച കോൺഗ്രസ് ഹരിയാന ജനവിധി വിശ്വസിക്കാനാവാതെ മൗനത്തിലായി. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ തണലിൽ ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞതാണ് കോൺഗ്രസിന്റെ ഏക ആശ്വാസം. എന്നാൽ ജമ്മുവിൽ ബി.ജെ.പിയുമായി നേരിട്ടേറ്റുമുട്ടി കോൺഗ്രസ് തകർന്നടിഞ്ഞു. ജമ്മുവിൽ 43-ൽ 29 സീറ്റും നേടി ബി.ജെ.പി ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് നേട്ടത്തിൽ. ഇതാ ഇന്ത്യ സഖ്യം അത്ഭുതം കാട്ടാൻ പോകുന്നുവെന്ന നിലയിൽ നിന്ന് ബി.ജെ.പിയുടെ തിരിച്ചുവരവ് എന്തിന്റെ സൂചനയാണ് നൽകുന്നത്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ എൻ ശ്രീകുമാർ, ബി.ജെ.പി വക്താവ് ശ്രീ പി.ആർ. ശിവശങ്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, ഹരിയാനയിൽ ഒരു പ്രവചനവും ഇല്ലായിരുന്നു ബി.ജെ.പി ഇത്തവണ ഭരണത്തിൽ തുടരുമെന്ന്. കാരണം അവിടെ എതിരായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം ചില്ലറയല്ല. 10 വർഷമാണ് തുടർച്ചയായി ബി.ജെ.പി ഹരിയാന ഭരിച്ചത്. അതിനാൽ തന്നെ നിരവധി ഭരണവിരുദ്ധ വികാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിന് ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ബി.ജെ.പിയുടെ ഏത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് വിജയിച്ചത്? വാസ്തവത്തിൽ ഇന്നത്തെ ദിവസം ബി.ജെ.പിക്ക് സന്തോഷിക്കാനേറെ വകയുണ്ട്. കാശ്മീരിൽ പോലും നേട്ടമാണ് നടത്തിയതെന്ന് ഞാൻ അഭിപ്രായപ്പെടും. ഹരിയാനയിലെ വിജയം ഒരുപക്ഷെ ബി.ജെ.പിയുടെ സർക്കിൾസിന് തന്നെ കുറച്ച് അത്ഭുതമുണ്ടാക്കിയിരിക്കും. കാരണം മിക്കവാറുമുള്ള തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെല്ലാം ഒരു 90% എങ്കിലും ബി.ജെ.പിക്ക് വിരുദ്ധമായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ടുമാണ് കണ്ടത്. നമ്മളതെല്ലാം 2 ദിവസം മുമ്പ് വായിച്ചതുമാണ്, മനസ്സിലാക്കിയതുമാണ്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റീസ് മറ്റൊന്നാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ തിരഞ്ഞെടുപ്പിൻ്റെ വിധി വന്ന് അതിൻ്റെ ഒരു പകുതി ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ട്വിസ്റ്റ് കാണുന്നത്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് ഏതാണ്ട് 70 സീറ്റ് വരെ 90-ൽ നേടുമെന്ന് കണക്കാക്കി വിധികൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ടേൺ ചെയ്തു വരുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസ് സർക്കിൾസിനെ യാതൊരു സംശയമില്ല ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ മധുര വിതരണം ചെയ്തതുപോലും AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പിന്നീട് പിൻവാങ്ങി എന്നുള്ളതും നമ്മൾ കണ്ടതുമാണ്. അത് എന്താണ്, അതൊരു അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസിന് ഉണ്ടായത് കൊണ്ടാണോ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സിറ്റ് പോളുകൾ ഒരെണ്ണം പോലും ബി.ജെ.പിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നില്ല ഹരിയാനയിൽ. ജമ്മു കാശ്മീരിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരേ രീതിയിൽ ഇന്ത്യ സഖ്യം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഹരിയാനയിൽ എക്സിറ്റ് പോളുകളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് 50-ലധികം സീറ്റുകൾ എന്തായാലും കിട്ടുമെന്നാണ്. 60-ലധികം സീറ്റ് പോയാൽ പോലും, അത്ര വരെ കോൺഗ്രസ് എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. പക്ഷേ ഇങ്ങനെ എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ തെറ്റുക എന്ന് പറയുന്നതും അതുതന്നെയല്ല. ഹരിയാന എന്ന് പറയുമ്പോൾ വലിയൊരു സംസ്ഥാനമല്ല. എക്സിറ്റ് പോളുകൾ എടുക്കാൻ പോലും മറ്റ് വലിയ സംസ്ഥാനങ്ങളെ പോലെയുള്ള ബുദ്ധിമുട്ട് അവിടെയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണല്ലോ. ഇവിടെ ഈ സാമുദായിക ഘടകങ്ങൾ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുവരുവാനായിട്ട് ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഈ ജാട്ട് ഇതര വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരുന്നു ബി.ജെ.പിയുടെ ലക്ഷ്യം. അത് വിജയം കണ്ടിട്ടുണ്ട്. ശരി, അത് ബി.ജെ.പിയുടെ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ വിജയമാണ്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം അത് എല്ലായിടങ്ങളിലും പ്രതിഫലിക്കുന്ന ഒന്നാണ്. ഹരിയാനയിൽ ഒരു ബി.ജെ.പി സംസ്ഥാനം എന്ന് പറയാൻ പോലും പറ്റാത്ത ഒന്നാണ്. കാരണം അവിടെ കോൺഗ്രസിന്റെ ഭരണം തുടർച്ചയായി ഉണ്ടായിരുന്നതാണ്. അത് മാത്രമല്ല 2014-ൽ അതൊരു മോദി മാജിക്കിലൂടെയാണ് അവിടെ ബി.ജെ.പി അധികാരത്തിൽ വന്നത്. പിന്നെ അവിടെ ബി.ജെ.പിയുടെ താഴോട്ടുള്ള പോക്ക് പോലും കണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ഈ ആകെ 5 സീറ്റുകൾ ലോക്സഭയിൽ ബി.ജെ.പി നേടിയെന്ന് പറയുമ്പോൾ അതിനെ നിയമസഭാ സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെയും കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളില്ല. അപ്പോൾ എന്തോ ഒരു മാജിക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ OBC വോട്ടുകൾ സമാഹരിക്കുവാനുള്ള ബി.ജെ.പിയുടെ പുതിയ സ്ട്രാറ്റജി, അതുപോലെ തന്നെ മോദി പ്രഭാവമല്ല അവിടെ ബി.ജെ.പി ഉപയോഗപ്പെടുത്തിയത് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അവിടെ ഈ നായബ് സിംഗ് സെയ്നി എന്നുള്ള പുതിയ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ അത് വിജയം കണ്ടതാണോ? അല്ല, പ്രാദേശികമായ ഘടകങ്ങൾ അനുകൂലമാക്കി എടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. പക്ഷേ ഞാൻ മോദി ഫാക്ടറിനെ അണ്ടർ റേറ്റ് ചെയ്യില്ല, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കാണേണ്ട കാര്യം,
മൈക്രോ മാനേജ്മെൻറ്റ് തിരഞ്ഞെടുപ്പ് രംഗത്ത് അത് നടപ്പിലാക്കുന്നതിൽ എനിക്ക് തോന്നുന്നു BJPക്ക് കുറച്ച് സ്കില്ലുണ്ട്. ആ സ്കില്ല് അവർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് 20 മാസവും കഷ്ടിച്ച് 200 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയെ മാറ്റിയത്. അത്തരമൊരു അഡ്വഞ്ചർ കാണിച്ചപ്പോൾ പലരും സംശയിച്ചു അത് തോൽവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഫലപ്രാപ്തിയിലേക്ക് അത് എത്തും എന്ന് പറയുന്നിടത്താണ് ആ മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ ഗുണം. നോക്കൂ, ഇവിടെ അല്ല, തോൽവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നുവല്ലോ. അതെ, പക്ഷെ അതിനെ മറിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കണക്കുകൂട്ടൽ അതിൻ്റെ പിറകിലുണ്ടെന്നുള്ളത് ഇന്ന് രാവിലെ വരെ, ഇന്ന് 12 മണി വരെ ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ അമിതവിശ്വാസമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും BJPയുടെ പാർട്ടിയിൽ നിന്ന്, ഹരിയാനയിൽ നിന്നും വന്നിട്ടില്ല, പ്രാദേശിക തലത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഞാനിതിനെ കാണുന്നത്, ഒന്ന് തീർച്ചയായിട്ടും അവിടെ ജാട്ട് ദളിത് ഒരുമിച്ചുള്ള ഒരു കൂട്ടുകെട്ട് കോൺഗ്രസ് പ്രതീക്ഷിച്ചു. അത് വിജയം കൊയ്യുമെന്നുള്ള അമിത പ്രതീക്ഷയായിരുന്നു. അത് നടന്നില്ല എന്ന് മാത്രമല്ല, അത് തിരിച്ചടിച്ചു. താങ്കൾ പരോക്ഷമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചു. മറ്റ് OBC വിഭാഗങ്ങളും ഒരുമിച്ച് വന്നു. അതിനോടൊപ്പം വായിക്കേണ്ടത് ജാട്ട് മേഖലയിലും BJP കടന്നു കയറി എന്നുള്ളതാണ്. അത് വലിയൊരു നേട്ടം തന്നെയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായം നന്നായി വന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കേണ്ട കാര്യം, ഈ അഗ്നിവീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് നൽകിയ അവസരങ്ങൾ, ഇതിന് ശേഷം കൊണ്ടുവന്ന നിയമങ്ങളിൽ സംവരണവുമെല്ലാം ഏർപ്പെടുത്തി ഇവർക്ക് അൺഎംപ്ലോയിഡ് ആവില്ല എന്നും 10 വർഷം കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും തൊഴിലവസരം. അത് ഹരിയാന പോലത്തെ ഒരു സംസ്ഥാനത്ത് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവിടെ നിന്നൊക്കെ പട്ടാളത്തിൽ പോകുന്ന ആൾക്കാർ പഴയ കാലത്ത് കേരളത്തിൽ നിന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ജോലി ഉറപ്പാണ് എന്നുള്ള സേനയുടെ ആ വാഗ്ദാനം അത് വിജയം കണ്ടു. അത് മാത്രമല്ല, ഒരു കാര്യം, പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള 2100 രൂപയോ അല്ലേ, അത്രയും ഞാൻ അതിലേക്ക് വരികയാണ്. സ്ത്രീകളാണ് പക്ഷേ ഏറ്റവും വലിയ ട്രംപ് കാർഡ് സ്ത്രീകളാണ്. ഞാൻ തുറപ്പിച്ചിട്ട് സ്ത്രീകളാണ്. കാരണം അവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടിയത്. ഇപ്പോൾ നമുക്കറിയാം, ക്ഷേമ പദ്ധതികളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിൻ്റെ ഗുണങ്ങളെല്ലാം സ്ത്രീകൾക്ക് യഥാസമയം മറ്റൊരു സംസ്ഥാനത്ത് കൊടുക്കുന്നതിനേക്കാൾ കൃത്യമായിട്ട് കൊടുത്തു. ഇനിയൊരു കാര്യം, ഈ നഗരമേഖലകളിലാണ് BJPയുടെ വൻ കുതിപ്പ്, ഗ്രാമമേഖലയിൽ കുറച്ച് കുറവാണ്. ഡൽഹിയുമായി അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം, തീർച്ചയായിട്ടും ആ ഡബിൾ എൻജിൻ കൺസെപ്റ്റ് അവിടെ വരുന്നു. ഡബിൾ എൻജിൻ ഗവൺമെൻറ്, അവിടെയാണ് മോദി ഫാക്ടർ നമ്മൾ കുറച്ച് കാണേണ്ട എന്ന് പറയുന്നത്. എന്നാൽ ഡൽഹിക്ക് അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം, ഗുർഗാവനുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഡൽഹിയും ഹരിയാനയും പഞ്ചാബും എല്ലാം അടുത്തടുത്താണെങ്കിലും ഡൽഹിയുമായിട്ടുള്ള ആക്സസ് കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ആശയങ്ങൾ, ഗുണങ്ങൾ കൂടുതൽ കിട്ടാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അവസരമുണ്ട്. ആ ഡബിൾ എൻജിൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗം വരുമ്പോഴാണ് മോദി ഫാക്ടർ വരുന്നത്. പക്ഷേ ഈ മോദി ഫാക്ടർ തള്ളിക്കളയണ്ട. കാരണം അതിനകത്തൊരു അർബൻ നേച്ചറുള്ള ഹരിയാനയിലെ പല ഭാഗങ്ങളിലും BJPക്ക് ഗണ്യമായ നേട്ടം, മിന്നുന്ന വിജയമാണ്. അർബൻ മേഖലയിൽ തിളക്കമാർന്ന വിജയം തന്നെ BJP നേടുകയുണ്ടായിട്ടുണ്ട്. ശ്രീ ഫഖ്റുദ്ദീൻ അലി, ഇവിടെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് PKJ എന്നുള്ളതായിരുന്നു. പെഹൽവാൻ ഗുസ്തി താരങ്ങളുടെ വിഷയമാണ് അവിടെ ഉയർത്തിക്കാട്ടിയത്. കിസാൻ, കർഷകരുടെ പ്രശ്നങ്ങൾ. കാരണം കർഷക സമരങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു സംസ്ഥാനം ഹരിയാനയായിരുന്നു. കർഷക പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചതാണ്. പിന്നെ ജവാൻ, യുവാക്കളുടെ പ്രശ്നങ്ങൾ, സൈന്യത്തിൽ ചേരുന്ന യുവാക്കൾക്ക് പിന്നീട് ജോലിയില്ലാതെ പോകുമോ എന്നുള്ള പ്രശ്നങ്ങൾ. അതുമാത്രമല്ല, അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ഹരിയാനയിൽ. അപ്പോൾ ഈ PKJ ഫാക്ടർ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ പരീക്ഷണം അവിടെ വന്നത്. അതിലവർക്ക് അമിതമായ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. ഇന്ന് ഹൂഡയുടെയൊക്കെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അവർ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത് പോലെയായിരുന്നു. കാരണം ഭരണത്തിലേറി എന്നുള്ള ഉറപ്പ് വന്നപ്പോഴാണ് അവർ പിന്നോക്കം പോയത്. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനെ ഏത് രീതിയിൽ ബാധിച്ചു? കോൺഗ്രസ് കാണാത്ത എന്ത് ഘടകങ്ങൾ ഹരിയാനയിൽ BJPക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു? അല്ല, അതിൽ എനിക്കൊന്ന് ഗോപകുമാർ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലൊരു ഫാക്ടർ. അതിലെനിക്ക് അഡീഷണൽ ആയിട്ട് കൂട്ടാനുള്ളൊരു ഫാക്ടർ, നമ്മൾ ഇന്ത്യയിലെ ഈ ജാതി രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ജാതിയാണ് ഏറ്റവും നിർണായകമായ ഫാക്ടർ എന്ന് പറയുമ്പോൾ, നമ്മൾ സത്യത്തിൽ ഒരു 20 വർഷം മണ്ഡൽ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. മണ്ഡൽ കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറയിൽ ഹിന്ദുത്വ എലിമെൻറ്റിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ്. അവരെ സംബന്ധിച്ചുള്ള ഉത്തരേന്ത്യയിലൊക്കെ ജാതിയായിരുന്നു സത്യത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്തെല്ലാം തന്നെ ആളുകളെ ഡിവൈഡ് ചെയ്തിട്ട് ജാതി പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ചു. പക്ഷേ ഈ സർവശിക്ഷ അഭിയാൻ പോലുള്ള പദ്ധതികളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ യൂണിവേഴ്സിറ്റികളും മറ്റും വന്നതോടുകൂടി ഹിന്ദുത്വ എന്നുള്ള വിഷയം കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വികസനത്തിന് സത്യത്തിൽ തടസ്സം നിൽക്കുന്നത് ഈ സോക്കോൾഡ് ജാതി എന്നൊരു ഫീല് വരും. ജാതിക്ക് അതീതമായി നിൽക്കുന്ന, ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ പറയുന്ന ജാട്ട് പാർട്ടികളാണെങ്കിലും ഇവർ ജാതി രാഷ്ട്രീയം വളരെ ഓപ്പണായി കളിക്കുന്ന ആളുകളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ജാതി രാഷ്ട്രീയം കളിക്കാറുണ്ട്, പക്ഷേ അത് അവർ ഓപ്പണായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം ജാതി രാഷ്ട്രീയം ഉള്ള ഒരു സ്ഥലത്ത്
ജാതി രാഷ്ട്രീയം കളിക്കാതെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവരത് ഓപ്പണായിട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പം ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരു ഹിന്ദുത്വ ഫോൾഡ് ഈ പറയുന്ന ഹിന്ദി ഹാർലാൻഡിൽ കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് RSS പതുക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വിസിബിളായ ചേഞ്ചസ് നമ്മൾ കാണുന്നത് 90-കൾക്ക് ശേഷമാണ്. മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭം, അതുണ്ടാക്കിയ അട്രോസിറ്റീസും, അത് വിചാരിച്ച് പെട്ടെന്ന് അതിൻ്റെ ഗുണം ഈ ജാതി എലമെൻറ്റുകൾക്ക് കിട്ടിയെങ്കിലും ഗ്രാജ്വലി അതിൻ്റെ ഗുണം കിട്ടിയത് BJPക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനൊക്കെ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ BJPയുടെ ഉള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആഗ്രയിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല പരിചയമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അന്വേഷണ സമയത്ത് പറഞ്ഞു വെച്ചാൽ സവർണ വിഭാഗത്തിൽപ്പെട്ട BJP അനുയായികൾ പലരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. സ്ഥാനാർത്ഥി നിർണ്ണയക്കായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തിരിച്ചറിവ്, ഹിന്ദുത്വ എലിമെൻറ്റിലുള്ള ചില കൺഫ്യൂഷൻസും പ്രശ്നങ്ങളാണ് സത്യത്തിൽ പിന്നോട്ടടിച്ചത്. അല്ലെങ്കിൽ യോഗേന്ദ്ര യാദവ് ഒക്കെ പറഞ്ഞതുപോലെയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതെങ്കിൽ ബീഹാറിലൊക്കെ ആയിരുന്നല്ലോ തോറ്റാൻ വേണ്ടിയിരുന്നത്. അത് സംഭവിച്ചിട്ടില്ലല്ലോ. ബീഹാറിലും വലിയ തിരിച്ചറിവ് വന്നിട്ടില്ല. വന്നത് UPയിലും ഈ പറഞ്ഞ മഹാരാഷ്ട്രയിലും ഇനി ഇവിടെ ഒക്കെയാണ്. അപ്പം ഇത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടിയ വിജയമാണ്. ജാതിക്ക് അതീതമായി ഹിന്ദുക്കളെ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവരാനുള്ള ഹിന്ദുസ്ഥാൻ രാഷ്ട്രീയം വളരെ 100 വർഷമായിട്ട് വളരെ ആസൂത്രിതമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി, അത് പ്രാവർത്തികമാക്കാൻ അവരുടെ അടുത്ത ശ്രമം, അതിന് കിട്ടിയ ഒരു വലിയൊരു അംഗീകാരം കൂടിയാണ് സത്യത്തിൽ ഈ വിജയം കൂടി ഞാൻ കാണുന്നത്. പക്ഷേ കോൺഗ്രസിന് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസിന് ഈ ഇന്ത്യ സഖ്യം എന്നുള്ള ലേബലിൽ, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണല്ലോ, BJPയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യ സഖ്യം എന്നുള്ള പരീക്ഷണം അത് വിജയത്തിന് അടുത്തുവരെ എത്തിക്കുവാനും കഴിഞ്ഞു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഓരോ പാർട്ടികളും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ സഖ്യത്തിൽ ഉറച്ചു നിൽക്കുകയില്ല. അത് കണ്ടു ഹരിയാനയിൽ. ആം ആദ്മി പാർട്ടി തങ്ങളുടെ ശക്തി ഹരിയാനയ്ക്കും പഞ്ചാബിനും വെളിയിൽ, ഡൽഹിക്കും പഞ്ചാബിനും വെളിയിൽ ഹരിയാനയിലേക്ക് കൂടി എത്തിക്കണം എന്നുള്ള താല്പര്യത്തിൽ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ഈ വോട്ട് പെർസെൻറ്റേജും അതുപോലെ തന്നെ ഈ മാർജിൻ, വിക്ടറി മാർജിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ആം ആദ്മി പാർട്ടി ഘടകമൊക്കെ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം BJPക്ക് അനുകൂലമായ ഘടകമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം അത് പ്രായോഗികമല്ല എന്ന ഒരു തെളിവിലേക്ക് കൂടി ഇത് പോവുകയല്ലേ. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ വിജയിച്ചു ഇന്ത്യ സഖ്യം. അങ്ങനെ വിജയിക്കുമ്പോൾ പോലും അവിടെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും പിന്നെ CPM-ഉം ഇതായിരുന്നു ആ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനികൾ. അവിടെയും വേറിട്ട് മത്സരിക്കുന്നവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒറ്റയ്ക്ക് എന്തായാലും BJPയെ നേരിട്ട് തോൽപ്പിക്കുവാൻ കഴിയില്ല. സഖ്യത്തിൻ്റെ രൂപത്തിൽ മത്സരിച്ചാൽ പോലും സഖ്യത്തിൽ എല്ലാ പാർട്ടികളും ഉറച്ചു നിൽക്കുകയുമില്ല. അത് BJPക്ക് അനുകൂലമായ ഒരു ഘടകമായി മാറുകയല്ലേ. അങ്ങനെ വരികയാണെങ്കിൽ മഹാരാഷ്ട്ര ഇനി കിടക്കുകയാണ്, ഡൽഹി ബാക്കി കിടക്കുകയാണ്, ജാർഖണ്ഡ് ബാക്കി കിടക്കുകയാണ്. അല്ല, അത് സത്യമാണ്. ഇന്ത്യ, ഞാൻ അന്നും ഇന്നും ഇതിനൊരു അവിയൽ സഖ്യമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഈ ഇന്ത്യ സഖ്യത്തിലുപരിയായിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഷിഫ്റ്റിനൊരു കാരണം പ്രധാനമായിട്ട് ഹിന്ദുത്വ ഫോഴ്സിൽ ഉണ്ടായിട്ടുള്ള ചില ആശയക്കുഴപ്പമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേതിപ്പം വിശാലമായ അർത്ഥത്തിൽ DMK ഒക്കെ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ സീറ്റൊക്കെ വിട്ടുകൊടുത്തു, അതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിലുപരിയായിട്ട് BJP ഒരു 300 മാർക്ക് ക്രോസ് ചെയ്യാതിരിക്കാൻ കാരണം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷനും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പറ്റിയ ചില അപാകതകൾ. തിരുവനന്തപുരത്ത് വരെ ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ ഫീൽഡ് ചെയ്തത് ഒരു 6 മാസം മുമ്പായിരുന്നെങ്കിൽ ചിത്രം മാറുമായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ അന്വേഷിച്ച് നോക്കിയ സ്ഥലത്ത് ഇവർക്ക് രാജീവിന് നല്ല വോട്ട് കിട്ടേണ്ട ചില സ്ഥലത്ത് വേണ്ട രീതിയിൽ പോളിംഗ് നടന്നിട്ടില്ല. ഇപ്പോൾ രാജീവ് കെട്ടിയതയ്ക്കപ്പെട്ട സ്ഥാനാർത്ഥി, അങ്ങനെ പല കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉത്തരേന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് BJP തോറ്റ സ്ഥലങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യം പറയുമ്പം, ഈ ആം ആദ്മി പാർട്ടി നേരത്തെ ഗോപകുമാർ സാർ പറഞ്ഞ പോലെ ഒരു അർബൺ ഏരിയയിലാണ് അവരുടെ സ്വാധീനം കുറച്ച് കൂടുതൽ. അപ്പോൾ അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇവർ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ ഇന്ത്യയിലെ അർബൺ മേഖല കൂടുതലുള്ള പ്രദേശങ്ങൾ ഡൽഹി, അതുപോലെ തന്നെ പഞ്ചാബ്, ഗുജറാത്തിൽ ഏതാണ് മോർ ദാൻ 60% അർബൻ ഏരിയ ആണ്. അതുപോലെ ഗോവ. ഇപ്പോൾ കേരളത്തിലും അവർക്ക് നല്ല സ്വാധീനമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളും ഈ ചാരുകസേര ഇരിക്കുന്ന പോലെ ബുദ്ധിജീവികൾ കേരളത്തിലെ പ്രസൻറ്റ് പൊളിറ്റിക്സായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ചില കോർപ്പറേറ്റ് രംഗത്ത് വരുന്ന ആളുകളെ നേതാക്കന്മാരായി കൊണ്ടുവന്നാണ് ആ പാർട്ടിക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം. അല്ലെങ്കിൽ അവർക്ക് തേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ ഇവിടെ എമർജ് ചെയ്ത് വരാൻ പറ്റിയ പാർട്ടിയായിരുന്നു. അപ്പം ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ റിസൾട്ടൊന്ന് ഓടിച്ച് നോക്കിയ സമയത്ത് ഈ അർബൺ മേഖലയിലാണ് കോൺഗ്രസിന് വലിയ പരാജയം വന്നിട്ടുള്ളത്. ഈ അർബൺ മേഖലയിൽ സത്യത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവരുടെ മേഖലയും ഈ ആം ആദ്മി പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡ് അർബൺ മേഖലയാണ്, ഗ്രാമീണ മേഖലയെക്കാളും കാട്ടും. അപ്പം ഇത് നമ്മൾ പൊതുവേ നോക്കുമ്പോൾ സത്യത്തിൽ ഈ ഇലക്ഷൻ കോൺഗ്രസ് ജയിച്ചിരുന്നെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിന് കുറച്ചൊരു മൊബൈൽ ബൂസ്റ്റർ ആകുമായിരുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഇലക്ഷനിൽ വന്നൊരു അവിടെ ഫർദർ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. പിന്നെ ഈ ഇലക്ഷനിൽ രക്ഷപ്പെട്ട ഒരാൾ ജോർജ് സോറോസ്. BJP തോറ്റിരുന്നെങ്കിൽ ജോർജ് സോറോസിൻ്റെ കളിയാന്ന് പറയായിരുന്നു. ഇനിയിപ്പോൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് EVM ആണ്.
EVM കള്ളക്കളിയാന്നുള്ള ഓൾറെഡി പുറത്തു വന്നു. അങ്ങനെ EVM പുറത്ത് കുറ്റപ്പെടുത്താൻ വന്ന പറ്റുകയില്ല. sense കാരണം already കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം ജയിച്ചു. ഒരേ ദിവസം തന്നെയാണല്ലോ വോട്ടെണ്ണൽ നടന്നത്. അത് മാത്രമല്ല വോട്ടെടുപ്പും ഒരേ രീതിയിൽ തന്നെയായിരുന്നു പോയത്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഫക്രുദ്ദീൻ, ഈ ജമ്മു കാശ്മീരിലെ ഇന്ത്യ സഖ്യത്തിന്റെ വിജയം എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസിന്റെ വിജയമാണല്ലോ. അല്ലെങ്കിൽ ജമ്മു മേഖലയിൽ, ജമ്മുവിൽ കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടിയ പ്രദേശമാണ്. കുറച്ച് സീറ്റുകളിൽ അവിടെ നാഷണൽ കോൺഫറൻസ് മത്സരിച്ചിട്ടുള്ളൂ. BJPക്കെതിരെ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ അലയൻസ് അവരുടെ തീരുമാനപ്രകാരം കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ ജമ്മുവിൽ മത്സരിക്കുമ്പോൾ കശ്മീർ വാലിയിൽ അവിടെയാണ് നാഷണൽ കോൺഫറൻസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത്. ആകെ കോൺഗ്രസിന് കുറച്ച് സീറ്റുകളെ മത്സരിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ BJPയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ജമ്മു മേഖലയിൽ BJP ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം, ഞാൻ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തെ കുറിച്ച് കാണുകയല്ല. ജമ്മു കാശ്മീരിൽ അവർ അധികാരത്തിൽ എത്തിയിട്ടുണ്ട്. ജമ്മു മേഖലയിൽ പക്ഷേ അവിടെ മാത്രമേ BJPക്ക് സ്വാധീനമുള്ളല്ലോ. അവിടെ 43-ൽ 29 സീറ്റും BJP നേടുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസിന് ഹരിയാനയും ജമ്മു കാശ്മീരും നോക്കുമ്പോൾ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യ സഖ്യം, അതായത് നാഷണൽ കോൺഫറൻസിന്റെ തണലിൽ ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമാണ് കോൺഗ്രസിനുള്ള ആശ്വാസം. ശരിയാണോ? അത് ഇപ്പം നമ്മൾ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞത് EVMുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എനിക്ക് അതിൽ വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. കാരണം നമ്മളതിനെ വിശ്വസിച്ച ജനാധിപത്യത്തിൽ ഈ സിസ്റ്റത്തിൽ വിശ്വസിച്ചേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ഇദ്ദേഹത്തിന്, കോൺഗ്രസ് നേതാവ് ജയറാം രമേശിൻ്റെ പത്രസമ്മേളനം കണ്ടു. അദ്ദേഹം ഈ ഹരിയാന വിഷയത്തിൽ EVMനെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുകയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. BJP ജയിക്കുന്ന എല്ലാ സ്ഥലത്തും EVMനെ കുറ്റം പറഞ്ഞിട്ട് ഇവർ തടി വിടുന്ന ഒരു സ്വഭാവമുണ്ട്. ഇനിയിപ്പോൾ BJP തോറ്റിന് ഒരു പക്ഷേ ജോർജ് സോറോസ് നടത്തിയ ഗൂഢാലോചന അവരും പറയായിരുന്നു. ഇത് ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവിടുത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ റിസൾട്ട് ഞാൻ നോക്കിയ കാശ്മീരെ റിസൾട്ട്. കാശ്മീരിലെ ഈ ജമ്മു മേഖലയല്ല. ജമ്മു മേഖല ഗുജറാത്ത് BJPക്ക് സ്വാധീനം ഉണ്ടാകുന്നതിന് ശക്തമായ സ്വാധീനമുള്ള ഹിന്ദുത്വ ശക്തികൾ വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ് ഈ ജമ്മു ഏരിയ. അതുപോലെ തന്നെ ഡൽഹി, അതുപോലെ തന്നെ നമ്മുടെ ഈ മധ്യപ്രദേശ്, ഈ മേഖലയിൽ ശക്തമായ ഹിന്ദുത്വ ഫോഴ്സ് ഇവൻ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ വരെ ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷേ വാലിയിൽ എത്ര വോട്ട് BJPക്ക് എത്ര വോട്ട് അവിടെ കിട്ടും എന്നുള്ളത് ആണ് ഞാൻ നോക്കുന്നത്. ആ വാലിയിൽ BJPൻ്റെ വോട്ട് 1%, 2% കൂടിയാലും മതി. അങ്ങനെ ഒരു BJPക്ക് അവിടെ വോട്ട് ഷെയർ കൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ BJP പറയുന്ന, അതായത് ഈ പറയുന്ന അവിടെ വികസനം കൊണ്ടുവന്നു, അവിടുത്തെ ആളുകൾ തീവ്രവാദികൾക്കെതിരെ ഇപ്പോൾ BJPയോട് സഹകരിക്കാൻ തയ്യാറാണ്, എന്നാൽ BJP വളരെ പോസിറ്റീവായി പറയുന്ന ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ശക്തമായ തെളിവായിട്ടാവും. BJP അവിടെ 3ാം സ്ഥാനം 4ാം സ്ഥാനത്ത് എത്തണ്ട, അവർ വോട്ട് ഷെയർ ചെറുതായിട്ടൊന്ന് കൂട്ടാൻ പറ്റിയാൽ മതി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് BJPക്ക് അങ്ങനെ ഒരു നേട്ടം കാശ്മീരിൽ ഉണ്ടായിട്ടില്ല സർ. ഡോക്ടർ ജി ഗോപകുമാർ കൂടിയുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി ആഴത്തിൽ അത് വിശകലനം ചെയ്തിട്ടുണ്ടാവണം. അത് മാത്രമല്ല, ഈ കശ്മീർ വാലിയിൽ BJP ചില സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകളെ, ഈ സ്വതന്ത്രരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടി, അവരുമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ ജി ഗോപകുമാർ, അങ്ങനെ കശ്മീർ മേഖലയിൽ BJPക്ക് ഏതെങ്കിലും രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഒരു മിനിറ്റ് അതിനു മുമ്പ് ഹരിയാനയെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നിലേക്ക് വരാം. ഹരിയാനയിൽ നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്കുകൂട്ടലിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാങ്കേതികപരമായിട്ട് ഒരു ചതുഷ്കോണ മത്സരമുണ്ടായിരുന്നു. അർത്ഥവത്തല്ലെങ്കിൽ പോലും സാങ്കേതികപരമായിട്ട് ആ നിലയ്ക്ക് INLD ഇപ്പോൾ 2 സീറ്റ് നേടിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയറും കുറച്ച് 1.5% ഇപ്പോൾ നമ്മൾ നോക്കൂ, ഈ 2 പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ട് ഷെയർ തമ്മിൽ കഷ്ടിച്ച് 1% വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യ മുന്നണി അവിടെ ഓപ്പറേറ്റ് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അമിത ആത്മവിശ്വാസം ആരെയും രക്ഷപ്പെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ തനിച്ച് ജയിക്കാമെന്നുള്ള ആത്മവിശ്വാസം കുഴപ്പമുണ്ടാക്കി എന്നുള്ളൊരു സന്ദേശവും, അതോടൊപ്പം തന്നെ ചതുഷ്കോണ മത്സരം അല്ലെങ്കിൽ ത്രികോണ മത്സരത്തെക്കാൾ സ്ട്രെയിറ്റ് ആയിട്ട് BJPയെ ഇന്ത്യ സഖ്യത്തെ നേരിടുന്ന ആ കൺസെപ്റ്റിൽ നിന്ന് മാറി. അത് ഈ സാഹചര്യത്തിൽ അത് BJPക്ക് ഗുണം ചെയ്യുമെന്ന് ഒരുപക്ഷെ കോൺഗ്രസ്. അവിടുത്തെ വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ BJPക്ക് 39.94% വോട്ട്. ഹരിയാനയിലെ കണക്കാണ് പറയുന്നത്. കോൺഗ്രസിന് അവിടെ 39.09%. അതാണ് ഞാൻ ഏകദേശം തുല്യ വോട്ടുകൾ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ചതുഷ്കോണ മത്സരം, ഈ ഫസ്റ്റ് പോസ്റ്റ് ഇലക്ട്രൽ സിസ്റ്റത്തിനകത്ത് ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥിയും തോക്കുന്ന സ്ഥാനാർത്ഥിയും തമ്മിൽ നേരിയ വ്യത്യാസമേ കാണുള്ളൂ. മറ്റു പലരും പിറകിൽ കാണും. പക്ഷെ അത് മതി, ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒരുപാട്. ശരിയാണ്, ആം ആദ്മി പാർട്ടിക്ക് 2% അടുത്ത് 1.79% വോട്ട് വന്നിട്ടുണ്ട്. താങ്കൾ ഇനിയിപ്പോൾ ഈ കാശ്മീരിൽ വാസ്തവത്തിൽ
നമ്മൾ രാജ്യത്തിലെ ഈ കക്ഷി ഭേദമന്യേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ന് വാസ്തവത്തിൽ രാജ്യത്തിൻ്റെ ഇൻ്റഗ്രേഷന് പറ്റിയ ഒരു സമ്മതിദാനമാണ് നടന്നത്. 64% പേര് പോൾ ചെയ്യാൻ പോയി എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. ജനാധിപത്യം അതാണ് ഇതിൽ ഇന്നത്തെ ഏറ്റവും വലിയ വിജയം ഞാൻ കണക്കാക്കുന്നത് കാശ്മീരിലെ തിരഞ്ഞെടുപ്പാണ്. അതിൽ കാരണം മറ്റൊന്നുമല്ല, തിരഞ്ഞെടുപ്പ് നടന്നു, 10 വർഷത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നു. 2, ഇന്നിപ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കക്ഷി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ജമ്മു റീജിയനിൽ 70%-ലേറെ സീറ്റ് BJPക്ക് കിട്ടിക്കഴിഞ്ഞു. അതേസമയം വാലിയിൽ ഇപ്പോൾ ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിച്ച പോലെ അവിടെ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം നമ്മൾ മൈക്രോ അനലൈസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അവിടുത്തെ ഒരു ഡെമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അവിടെ ജയിക്കാൻ പറ്റില്ല. ഇനി 4 അല്ല 10 സ്ഥാനാർത്ഥികളെ വോട്ട് ചിതറിക്കാൻ നിർത്തിയാലും പറ്റത്തില്ല. അപ്പോൾ വാലിയിൽ BJP ഒരേ തവണയെ കാശ്മീർ ഭരിച്ചിട്ടുള്ളൂ, അത് PDPയുമായിട്ടാണ്. അങ്ങനെ 25 സീറ്റാണ് അന്ന് BJP കിട്ടിയത്. പക്ഷേ ഇവിടെ കൂടി 29 സീറ്റുകളിലേക്ക് പോയി. നേട്ടമാണ്. ആ നിലയ്ക്ക് BJPക്ക് നേട്ടമാണ്, കോൺഗ്രസിന് നഷ്ടമാണ്. 2 സീറ്റ് കുറഞ്ഞു, അലയൻസിലായിട്ട് പോലും 2 സീറ്റ് കുറഞ്ഞു. മാത്രമല്ല ജമ്മു മേഖലയിലായിരുന്നു നേട്ടം ഉണ്ടാക്കേണ്ടത്, അത് കോൺഗ്രസിന് സാധിച്ചില്ല. നാഷണൽ കോൺഫറൻസ് ആയിരിക്കും അറിയാമായിരുന്നു, അങ്ങനെ തന്നെ വരികയും ചെയ്തു. നാഷണൽ കോൺഫറൻസിന്റെ നേട്ടവും BJPയുടെ നേട്ടവുമാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. PDPയുടെ വൻ തകർച്ച ഉണ്ടായി, കോൺഗ്രസിന് സീറ്റ് നഷ്ടമുണ്ടായി. എൻ ശ്രീകുമാർ, എന്തു പറ്റി കോൺഗ്രസിന്? ഇവിടെയായിരുന്നുവല്ലോ കോൺഗ്രസ് നേട്ടം ഉണ്ടാക്കേണ്ടത്. ഹരിയാന സുവർണ അവസരമായിരുന്നു കോൺഗ്രസിന്. പക്ഷേ എന്തുപറ്റി? ഇവിടെ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ റാലികളിൽ പങ്കെടുത്തത്. മോദി അത്രയും റാലികളിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. സാധാരണ അങ്ങനെയല്ല സംഭവിക്കാറുള്ളത്. നരേന്ദ്രമോദിയാണ് ഏറ്റവും കൂടുതൽ റാലികളിൽ പങ്കെടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ രാഹുലിന് അതിനേക്കാൾ കൂടുതൽ റാലികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ആത്മവിശ്വാസം ഉണർത്തുന്ന ഒരു ഘടകം കൂടിയായിരുന്നു. പിന്നെ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത എത്രയോ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം അലയടിച്ചിരുന്നു. എന്തുപറ്റി കോൺഗ്രസിന്? നോക്കൂ മഞ്ജുഷേ, നിങ്ങളിത് പറയുമ്പോൾ കോൺഗ്രസിൽ വലിയ തകർച്ച നേരിട്ടു എന്ന രീതിയിലാണ് ഈ സംഭാഷണം പോകുന്നത്. കോൺഗ്രസ് ഹരിയാനയിൽ പരാജയപ്പെട്ടു എന്നുള്ളതും ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് മത്സരിച്ച ഏതാണ്ട് ഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഹരിയാനയിലെ പരാജയത്തെക്കാൾ കോൺഗ്രസിന് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഹരിയാനയിലെ കോൺഗ്രസ് ഈ ആൾക്കൂട്ടത്തെ കണ്ട് നടത്തിയ ഒരു പ്രചരണമുണ്ട്. ആ ആൾക്കൂട്ടത്തെ കണ്ട് നടത്തിയ പ്രചരണത്തിൽ വെളിവായത് കോൺഗ്രസിന് മോദിയെ പോലുള്ള നേതാവ് കോൺഗ്രസിൽ ഇല്ല എന്നുള്ളൊരു പ്രചരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയോളം തന്നെ പ്രിയപ്പെട്ട ഒരാളാണെന്ന് അവിടെ വ്യക്തമായി വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ഈ സംസാരിച്ച വോട്ട് ഷെയറിനെ കുറിച്ച്, അതായത് കോൺഗ്രസും BJPയും തമ്മിൽ ഹരിയാനയിൽ വലിയ വോട്ട് വ്യത്യാസമില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഹരിയാന കോൺഗ്രസ് മുക്ത ഹരിയാന അവിടെ ഉണ്ടാകുന്നില്ല. പിന്നെ ഈ തോറ്റത്, അതായത് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെക്കാൾ 7 സീറ്റ് കൂടി BJPക്കും കൂടി വോട്ട് ഷെയറിൽ തുല്യമാണ്. ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ സഹായിക്കാത്ത സഖ്യമുണ്ടായിരുന്നില്ല. ഈ സഖ്യം ഉണ്ടാക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. പക്ഷേ കോൺഗ്രസിന് എല്ലാ തെരഞ്ഞെടുപ്പിലും പറ്റുന്ന സംസ്ഥാനത്തെ ചില നേതാക്കളെ അമിതമായി വിശ്വസിക്കുന്ന സ്വഭാവമുണ്ട്. അത് നമ്മുടെ ഈ സാധാരണ ജനങ്ങളുടെ ചലനങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമല്ലോ, അതിൽ കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു എന്നുള്ള സത്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹരിയാനയിലെ കോൺഗ്രസിന് ഇത്രയും സീറ്റ് കിട്ടിയത് എങ്ങനെയാണ്? കർഷക സമരവും ഈ ഗുസ്തിക്കാരുടെ ആ ഒരു സമരത്തോടുള്ള അനുഭാവവും അതുപോലെ തന്നെ ഈ അക്തിവർ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസിന് ഇത്രയും സീറ്റ് കിട്ടാൻ കാരണം. ഇത്രയധികം വോട്ട് കൂടുതൽ കിട്ടാൻ കാരണം അതൊക്കെ തന്നെയാണ്, ആ ഘടകങ്ങൾ തന്നെയാണ്, സംശയം വേണ്ട. പക്ഷേ 15 സീറ്റ് BJPക്ക് കൂടുതൽ കിട്ടി. അതായത് ഒരു 7 സീറ്റ് അധികം കിട്ടിയതുകൊണ്ട് അത് ഭരണം പിടിച്ചു എന്നുള്ള സത്യമാണ്. ഇത് ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജയിക്കുമായിരുന്നു. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മൈക്രോ ലെവൽ മാനേജ്മെന്റ്, ഇലക്ഷൻ മാനേജ്മെന്റ് എന്ന തന്ത്രപരമായ സമീപനമുണ്ടല്ലോ, അതിൽ BJPയെ വെല്ലാൻ കോൺഗ്രസിനാവില്ല എന്ന കാര്യം വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നിർണായകമായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJPയിൽ ഉണ്ടായിരുന്നു പടലപ്പിണക്കം എന്നത് ശരിയാണ്. പക്ഷേ കുമാരി സെൽജയും ഹൂഡയും തമ്മിലുള്ള ആ പിണക്കമുണ്ടല്ലോ, അത് താഴെത്തട്ടിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് അവിടെ വർക്ക് ചെയ്തു. അതല്ല, അതായത് ഹൂഡ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ഒരു തീവ്ര ജാട്ട് നേതാവാണ്, സംശയം വേണ്ടല്ലോ.
അതിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. പിന്നോക്ക വിഭാഗം അതുപോലെ തന്നെ ഈ ജാട്ട് സമുദായത്തോട് കൂടുതൽ ആഭിമുഖ്യം കാണിച്ചപ്പോൾ മറ്റു സമുദായങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺഗ്രസിനോട് ഒരു അനുഭാവം കുറഞ്ഞു കാണും, ഇല്ലെന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് കുമാരി ഷെൽജയുടെ ഒക്കെ ആ ഒരു തീരുമാനമൊക്കെ, അതാ ഞാൻ പറഞ്ഞത്, അമിതമായിട്ട് ചില നേതാക്കളെ ആശ്രയിക്കുമ്പോൾ പറ്റുന്ന അവസ്ഥ. കമൽനാഥിനെ ആശ്രയിച്ച പോലെയും നമ്മുടെ രാജസ്ഥാനിലെ ഗെഹ്ലോട്ടിനെ ആശ്രയിച്ച പോലെയൊക്കെ സംഭവിച്ചതാണത്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ സഖ്യം അവിടെ ശക്തമായിരിക്കുന്നു. ഹരിയാനയില് 7 സീറ്റിന്റെ വ്യത്യാസം നോക്കിയിട്ട് ഇന്ത്യ സഖ്യം കോൺഗ്രസിന് തകർന്നെന്ന് പറയാൻ കഴിയില്ല. ഹരിയാനയിൽ ഇന്ത്യ സഖ്യം എന്ന് പറയാൻ കഴിയില്ലല്ലോ. ആകെ കോൺഗ്രസിന് ഒരു അലൈ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന CPM മാത്രമായിരുന്നു. ഹരിയാനയിൽ അത്രയും ഉണ്ടായിരുന്നു. ഭിവാനിയിൽ CPM ഒരു സീറ്റ് കൊടുത്തു, അവിടെ തോക്കുകയും ചെയ്തു. 32,000 വോട്ടുകൾക്കാണ് അവിടെ CPM തോറ്റത്. അല്ല, ഇന്ത്യ സഖ്യം എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മുന്നണിക്കുള്ള വോട്ടുകൾ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അതായത് നിങ്ങളവിടെ ആലോചിച്ച് നോക്കൂ, ഹരിയാനയിലെ കോൺഗ്രസ് പരാജയപ്പെട്ട മണ്ഡലങ്ങളിലും അതുപോലെ കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ നിസ്സാര വോട്ടുകളെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ. അതാണല്ലോ ഈ വോട്ട്. ഇരു പാർട്ടികൾ BJPക്കും കോൺഗ്രസിനും ഏതാണ്ട് മുഖാമുഖമായിരുന്നല്ലോ അവിടെ. ചൗട്ടാല സഹോദരന്മാരൊക്കെ തോറ്റതും അതുപോലെ ആ JPP അവര് പരാജയപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാം. ആ വോട്ടുകളൊക്കെ BJPയിലേക്ക് പോയിരുന്നൊരു പ്രചരണം ഈ നിങ്ങളുടെ ഈ അവലോകനത്തിലൊക്കെ ഞാൻ കണ്ടു. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതാണ് INLDയുടെ വോട്ടുകളും അതുപോലെ തന്നെ JJPയുടെ വോട്ടുകളും അല്ലെ. JJPക്ക് ഒരു സീറ്റും അവിടെ നേടാൻ കഴിഞ്ഞില്ല. INLD 2 സീറ്റ് നേടി. അവിടെ BSPയുമായിട്ട് സഖ്യമുണ്ടായിരുന്നു. അത് പക്ഷേ ഇവരൊക്കെ ഏത് വോട്ട് കട്ടിംഗ് ഫാക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്തത് എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ അതിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെ ഈ ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചു പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് ഈ ജാട്ടിതര വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടിയുള്ള BJPയുടെ ശ്രമം, അത് വിജയം കണ്ടതും ജാട്ട് വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതും. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ BJP ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തും. അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ശ്രീ PR ശിവശങ്കർ, ഇവിടെ ശ്രീ N ശ്രീകുമാർ പറഞ്ഞ കാര്യം, അത് ഈ ഡേറ്റ പരിശോധിക്കുമ്പോൾ ശരിയാണ്. 1% പോലും വ്യത്യാസം കോൺഗ്രസും BJPയും തമ്മിൽ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ഹരിയാനയിൽ ഇല്ല. പക്ഷേ BJPയുടെ വിജയത്തെ കുറച്ച് കാണുകയല്ല. പക്ഷേ ഞാൻ തന്നെ പറഞ്ഞു അതൊരു മൈക്രോ ലെവൽ മാനേജ്മെന്റിന്റെ വിജയമാണെന്ന്. താങ്കളും അങ്ങനെയാണോ കണക്ക് കൂട്ടുന്നത്? ശ്രീ ശ്രീകുമാർ മാത്രമല്ല, മറ്റു പലരും പറഞ്ഞ പല കണക്കുകളോടും എനിക്ക് വിയോജിപ്പുണ്ട്. അത് 1% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ ഇവിടെ സുരേന്ദ്രനെയും വിജയമായിട്ട് പ്രഖ്യാപിക്കേണ്ടിയിരുന്നു. അതാരും ചെയ്തും കണ്ടില്ല. പിന്നെ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ഹസ്കറും എല്ലാവരും പറയുന്നത് കേട്ടു, ചതുഷ്കോണ മത്സരം പൊതുവെ BJPക്ക് അനുകൂലമായി മാറും എന്നുള്ള ഒരു ചിന്താഗതി. അതും ഒരു പക്ഷേ ശരിയാകാൻ സാധ്യതയില്ല. കാരണം ആം ആദ്മി പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോ ചേർന്ന് മത്സരിച്ചിരുന്നെങ്കിൽ അത്തരം രാഷ്ട്രീയ മേഖലകളിൽ കോൺഗ്രസ്സിന് അവരുമായി ചേരാൻ പറ്റാത്ത വോട്ടുകളും പലപ്പോഴും ഇപ്പോൾ CPMഉം മുസ്ലിം ലീഗുമോ അല്ലെങ്കിൽ CPMഉം കോൺഗ്രസും ചേർന്ന് ഇവിടെ മത്സരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ 2 മുന്നണികളിലെ വോട്ട് ഒരുമിച്ച് കിട്ടുന്നു? അത്തരത്തിലുള്ള എതിർപ്പുകൾ ധാരാളം ഉണ്ടാകും. അത് കാരണം ആ 1% വോട്ട് വ്യത്യാസം എന്നുള്ള കാര്യവും ശരിയല്ല. ഇവിടെ പിന്നെ മറ്റുള്ള ചില തെറ്റുകളും പറഞ്ഞു. ഈ പാവപ്പെട്ടവർക്ക് 2,100 രൂപയല്ല, ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ 3,000 രൂപയാണ് അവിടെ പെൻഷൻ കൊടുക്കുന്നത്. ഞാനാണ് പറഞ്ഞത്, എനിക്ക് അങ്ങനെയായിരുന്നു. 3,000 രൂപ പാവപ്പെട്ട വനിതകൾക്കല്ലേ ഹരിയാനയിൽ? അത് സൈനി വന്നതിന് ശേഷമായിരുന്നു അത്. ശരി, ഓക്കെ. അതെ 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 അല്ല, അതിന് മുൻപും ഖട്ടർ കൊടുത്തിരുന്നു. കാരണം നമ്മൾ ചർച്ചയിൽ ഇവിടെ 1,800 CPMകാർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹസ്കർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ ഈ വോട്ട് പെർസെൻറ്റേജും ഷെയറും പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണും, വായിച്ചു കാണും, എന്തോ മറന്നുപോയതായിരിക്കും. നൂഹ്, ഫിറോസ്പൂർ, ജിർക്ക, പുനാഹാന തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ വിജയിച്ചേക്കുന്നത് ഏതാണ്ട് 98,281 വോട്ട്. അതേപോലെ നൂഹിൽ വിജയിച്ചത് 46,963 വോട്ട്. അങ്ങനത്തെ ഹ്യൂജ് മാർജിന് കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അത്തരം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുന്നത്? അവിടെ ആരാണ് മത്സരിച്ചത്? നൂഹിലെ വലിയ കലാപത്തിൻ്റെ ഏറ്റവും മുന്നണി പോരാളിയെയും സൂത്രധാരനെയും എങ്ങനെയാണ് അവിടെ മത്സരത്തിന് ഇറക്കിയത്? അതുകൊണ്ട് ഈ സംസ്ഥാനത്താകെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നു. അതെല്ലാം ഈ പറയുന്ന മൈക്രോ ലെവൽ മാനേജ്മെൻറ്റിൽ എത്രത്തോളം ഉപകാരം BJPക്കും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണം. അത് കോൺഗ്രസിൻ്റെയും ഒരുപക്ഷെ അവിടെ സഹായിയായിരുന്ന CPMൻ്റെയും രാഷ്ട്രീയമായ പിടിപ്പുകേടിൻ്റെയും അവിടുത്തെ ജനങ്ങളെ അറിയുവാൻ ശ്രമിക്കാത്തതിൻ്റെയും കുറച്ചെല്ലാം ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സമീപനത്തിൻ്റെയുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ഞാൻ പെട്ടെന്ന് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഈ ജാട്ട് വോട്ട് BJPക്ക് എതിരായി എന്നുള്ള കണക്കും ശരിയല്ല.
ജാട്ട് വോട്ടിനെ ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 33ഓളം സീറ്റുകളിലാണ് ജാട്ടുകൾക്ക് 50%-നേറെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കണക്കാക്കിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ജയിച്ച പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 17 സീറ്റും BJP നേടിയിരിക്കുന്നു. ഇറ്റ് മീൻസ് അറൗണ്ട് മോർ ദാൻ 70% ഓഫ് ദ സീറ്റ്. അപ്പോൾ ജാട്ട് മേഖലയിൽ മറ്റുള്ള വോട്ട് മാത്രമല്ല ജാട്ട് വോട്ടും നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജാട്ട് മേഖലയിൽ ആ പെർസെൻറ്റേജ് അവിടുത്തെ ബൂത്ത് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജാട്ട് വോട്ടും നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ വോട്ടിംഗ് ഒരു റൊട്ടീനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ സഖ്യകക്ഷിയായിരുന്ന പല സംഘടനകൾക്കും പേരിന് പോലും സീറ്റ് നേടാൻ പറ്റാഞ്ഞതും വോട്ട് നേടാൻ പറ്റാഞ്ഞതും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആൻറ്റി ഇൻക്യുംബൻസി കാര്യമായിട്ട് നടന്നിട്ടില്ല എന്ന് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവണം. അവിടെ ഭരണം നോക്കൂ, അവിടെ കർഷക സമരമുണ്ടായിരുന്നു, ഗുസ്തിക്കാരുടെ സമരമുണ്ടായിരുന്നു. നേരത്തെ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞതുപോലെ അഗ്നിവീർ പദ്ധതിക്കെതിരെയുള്ള വലിയ സമരത്തിൻ്റെ ഒരു പാറ്റേണൊക്കെ നമ്മൾ കണ്ടു. ഒരേ പാറ്റേൺ ആണെങ്കിൽ പോലും ഇത്തരം സമരങ്ങളെയെല്ലാം ഓവർകം ചെയ്യുവാനായി ആ ഭരണകൂടം നടത്തിയ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ വൈദ്യുതി സൗജന്യമാക്കി, മെഡിക്കൽ ചെക്കപ്പും അതെല്ലാം ഫ്രീ ആക്കി, ഇത്തരത്തിൽ പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ എല്ലാം കൃത്യമായിട്ട് ഏതാണ്ട് 17 ലക്ഷം പേർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ധാരാളം പാവപ്പെട്ടവർക്കുള്ള ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു. മറ്റൊന്ന്, അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈവേ റോബറിങ് സ്ഥിരമായിട്ട്, ഇപ്പോൾ ഡൽഹി ഹരിയാന യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, അതൊരു റിസ്ക് ഫാക്ടറായിരുന്നു അവിടെ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അത്തരം ഹൈവേ റോബറിങ് ഇല്ല. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു, വളരെ കുറഞ്ഞിരിക്കുന്നു. ഇവിടെ ചിലത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട ചില സംഭവിച്ചാൽ മാത്രം. പക്ഷെ പൊതുവെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു സർക്കാരും അവിടെ പാവപ്പെട്ടവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സർക്കാരുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ BJPക്ക് അനുകൂലമായിട്ടുള്ള ഈ തരംഗമുണ്ടായത്. അത് ജാട്ട് മേഖലയിലായാലും അതുപോലെ തന്നെയുള്ള ഒരു നേരത്തെ പറഞ്ഞു BJP ഇപ്പോൾ ഒരു സിറ്റി അർബൻ പാർട്ടിയാണ് എന്നുള്ള ഒരു വാദമുഖം ഇറക്കുന്നുണ്ട്. പണ്ടതൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയായിരുന്നു, അത് ബ്രാഹ്മണന്മാരുടെ പാർട്ടിയായിരുന്നു, അത് ബിസിനസ്സുകാരുടെ പാർട്ടിയായിരുന്നു. ദെൻ ഇറ്റ്സ് ബിക്കം എൻ അർബൻ പാർട്ടി എന്നുള്ളത്. പക്ഷേ നോക്കൂ, ഞങ്ങൾ ഗ്രാമീണ മേഖലയിൽ അതുപോലെ തന്നെ പട്ടികജാതി സീറ്റിൽ 17 എണ്ണത്തിൽ ഞങ്ങൾ 9 എണ്ണം നേടിയിരിക്കുന്നു, ഗ്രാമീണ മേഖലയിലാണ്. സോ എഗെയിൻ വി ഹാവ് മോർ ദാൻ 50% സീറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ അർബൻ പാർട്ടിയല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പാർട്ടിയല്ല, അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ല ഇതിൻ്റെ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ എന്നുള്ളത് ശരിയാണ്. ഹരിയാനയിൽ എല്ലായിടത്തും BJPയുടെ വിജയം വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. മറ്റ് നേതാക്കൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് രാജ്നാഥ് സിംഗിനെ കണ്ടിരുന്നു. എന്തായാലും BJP നേടിയ ഈ തിളക്കമാർന്ന വിജയം ഹരിയാനയിൽ അത് നിസ്സാര കാര്യമല്ല, ഹാട്രിക് വിജയമാണ് ഹരിയാനയിൽ നേടിയിരിക്കുന്നത് BJP. ഇതേക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അതുപോലെ തന്നെ ജമ്മുവിൽ BJP ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം, എന്തായാലും ജമ്മു കാശ്മീരിൽ അതൊരു ജനാധിപത്യത്തിന്റെ വിജയമാണ്, സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുവാൻ സാധിച്ചു എന്നത് തന്നെ പ്രധാനമന്ത്രി എടുത്തു പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ PR ശിവശങ്കർ, ഈ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്റെ അധികാരത്തിലേക്കുള്ള വരവ്, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ജമ്മുവിൽ ശരിയാണ് BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കശ്മീർ വാലിയിൽ, അതിവിടെ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചിരുന്നു, അവിടെ എത്രമാത്രം നേട്ടമുണ്ടാക്കുവാൻ BJP കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടിയാണ് അത്. പക്ഷേ അവിടെ നാഷണൽ കോൺഫറൻസിന് വ്യക്തമായ മേധാവിത്വം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ താങ്കൾ എങ്ങനെ കാണുന്നു BJPയുടെ പ്രകടനത്തെ? ഒരു പെർസെൻറ്റേജ് പോലും BJPക്ക് ദുഃഖിക്കാൻ വകയില്ലാത്ത റിസൾട്ടാണ് ജമ്മു കാശ്മീരിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും ഫക്രുദ്ദീൻ അലി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. ഒരു ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പിൽ കുറേ വർഷങ്ങളായി വരുന്ന ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ അവിടുത്തെ മതപരമായ സമീപനം എങ്ങനെയായിരുന്നു, അതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ തിരഞ്ഞെടുപ്പേ വേണ്ട എന്നുള്ള ഒരു രീതി, അത് മാറ്റിക്കൊണ്ട് അവിടെ സുഗമമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ ജനങ്ങൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വോട്ട് ചെയ്യുന്നു. BJPയുടെ പല നയപരിപാടികളോടും ആർട്ടിക്കിൾ 370 അടക്കമുള്ള കാര്യങ്ങളോടും വിയോജിപ്പുള്ള ഒരു ജനവിഭാഗമുണ്ട്. അത് പല സംസ്ഥാനത്തെയും പല വിഭാഗങ്ങൾക്കും ഇത്തരത്തിലുള്ള വിഷയമുണ്ടാവും. പക്ഷേ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണഘടനയുടെ ഭാഗമായി ഒരു രാജ്യം നിശ്ചയിക്കുന്ന കാര്യം അത് നടപ്പിലാക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളത് തന്നെ വലിയ നേട്ടമാണ്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ബി ജെ പിക്ക് താഴ്വരയിൽ ബി ജെ പി മുന്നോട്ട് പോയോ, എത്രത്തോളം ശക്തമാകാൻ പറ്റും, അതുപോലെ തന്നെ അവിടെ മുഖ്യ പ്രതിപക്ഷമായി ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അവിടെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഭേദകരമായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരുപക്ഷെ ഭാവിയിൽ പറ്റിയേക്കും. ഈ കശ്മീർ വാലിയിൽ മറ്റൊരു തന്ത്രം ബി ജെ പി പയറ്റിയിരുന്നുവല്ലോ. അല്ലല്ല, മറ്റൊരു തന്ത്രമായിരുന്നുവല്ലോ ബി ജെ പിക്ക്. അവിടെയുള്ള ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നത് ബി ജെ പി ആയിരുന്നു. അതുപോലെ തന്നെ ഈ എഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടി, അതൊക്കെ ബി ജെ പിയുടെ തണലിൽ ഉള്ള പാർട്ടികളാണ് എന്ന രീതിയിലായിരുന്നുവല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കാം. പക്ഷേ അത് വർക്കൗട്ട് ആയിട്ടില്ല. മഞ്ജുഷേ, ഇപ്പോൾ ഓരോ സംസ്ഥാനത്തും ബി ജെ പിയുടെ നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിലൊക്കെ ബി ജെ പിക്ക് എത്ര വർഷം കൊണ്ടാണ് കടന്നു കയറാൻ പറ്റിയത്. കാശ്മീരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദ്യത്തെ പ്രസിഡന്റ് തന്നെ അവിടെ ആ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവാഹുതി നടത്തിയ ഒരു സംസ്ഥാനമാണ്. സോ ഇറ്റ് വിൽ ബി ഞങ്ങളുടെ ഒരു പ്രൈം ഫോക്കസാണ്. അതുകൊണ്ട് തന്നെ ആ ഓരോ ഭാഗത്തേക്കും കടന്നതെല്ലാം ഡയറക്റ്റ് ഒരുപക്ഷെ ബി ജെ പിക്കോ ബി ജെ പിയുടെ പ്രവർത്തകർക്കോ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ സഖ്യകക്ഷികളോ മറ്റു രീതിയിലുള്ള സഖ്യങ്ങളോ ഉണ്ടാക്കും. അത് രാഷ്ട്രീയമായ ഒരു നടപടിയാണ്. അത് കേരളത്തിൽ CPM-ന് മാത്രം രാഷ്ട്രീയ തന്ത്രം പയറ്റാം എന്നുള്ളതില്ലല്ലോ. ഞങ്ങളും പയറ്റിയിട്ടുണ്ടാവും, എനിക്കറിയില്ല അവിടെ എന്താ ചെയ്തതെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് അവിടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു നീണ്ട കാലത്തെ ജനാധിപത്യ വിരുദ്ധം അല്ലെങ്കിൽ തീവ്രവാദികളെല്ലാം നിശ്ചയിച്ചിരുന്ന രീതിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് മാറിയിട്ട് അവിടെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ ഒരു ദേശീയ സർക്കാരിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല നാഷണൽ കോൺഗ്രസ് ഒരു ടോട്ടലി ആൻറ്റി നേഷൻ ഒരു ഡിസിഷൻസൊക്കെ ഇനി എടുക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി കാത്തിരുന്ന് കാണാം. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പല്ല, അല്ലെങ്കിൽ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പോ ഭരണമോ അല്ല, മറിച്ച് അടുത്ത 10-25 വർഷത്തേക്കുള്ള പ്ലാൻ മുൻകൂട്ടി കാണുകയാണ് ബി ജെ പി ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ കാശ്മീരിലും ഒരു ലോങ് ടൈം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന രീതിയിൽ ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ഫേസ് ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജമ്മുവിൽ ഇത്രയേറെ സീറ്റ് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പിൽ ഒന്ന്. കാരണം ഒരു അത്രയേറെ ശക്തമായ എതിർപ്പായിരുന്നു ആർട്ടിക്കിൾ 370 വന്നതിന് ശേഷം, മാറ്റിയതിന് ശേഷം ഞങ്ങൾ അനുഭവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ജമ്മുവിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ. ശരിയാണ്. എന്തായാലും ജമ്മുവിൽ ആ നേട്ടം കഴിഞ്ഞ തവണത്തേക്കാൾ 25-ൽ നിന്ന് 29-ലേക്ക് കൂട്ടുവാനായിട്ട് ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, അവിടെ കോൺഗ്രസ് പിന്നോക്കം പോകുന്നതാണ്. താങ്കൾ അത് എന്തൊരു ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു ശിവശങ്കർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, എന്താണ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കിയിരുന്നില്ല. അതായത് ഹരിയാനയിലത്തെ തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് നമ്മളിപ്പോൾ പർവ്വതീകരിച്ച് കാണിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒപ്പം നമ്മൾ നേരത്തെ ഇവിടെ ഗോവർദ്ധർ പറഞ്ഞത് ജമ്മു കാശ്മീരിലത്തെ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് ഉണ്ടായ പരാജയം അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലെ നയത്തിനെതിരായ തിരിച്ചടിയാണ്. ജമ്മു കാശ്മീരിൽ അതിലപ്പുറം ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി ജെ പി ഒറ്റയ്ക്കാണ് അവിടെ മത്സരിക്കുന്നത്. ബി ജെ പിക്ക് ജമ്മുവിലെ ആ നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. കാശ്മീർ വാലിയിൽ അത് പറ്റുകയില്ല. അത് ആ ഡെമോഗ്രഫി തന്നെ അങ്ങനെയാണ്. അല്ല, നമ്മൾ തെരഞ്ഞെടുപ്പില് വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. മുമ്പ് ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ പ്രകാരം അവരുടെ സ്വയം അവകാശം എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ 25 പോലും അവർക്ക് കിട്ടരുതായിരുന്നു. 20-ൽ താഴെയൊക്കെ പോകേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, BJP-യും PDP-യും കൂടെ ഒരുമിച്ച് ഭരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ PDP എന്ന് പറയുന്ന കാശ്മീരിലത്തെ ഒരു പ്രാദേശിക പാർട്ടിയാണല്ലോ. അത് മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ മകള് വരുന്ന പാർട്ടി, അതൊക്കെ ആയിരുന്നല്ലോ. അവിടെ PDP-യുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം ഈ BJP ബന്ധമാണെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മുഫ്തിയെ നമ്മുടെ മൊഹ്സീന മുഫ്തി ഇന്നത്തെ അവരുടെ ഒരു ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് ഇത് അനിവാര്യമായ ഒരു വിജയമാണ്, അഭിനന്ദിക്കുന്നു, അവരത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ പിന്തുണ കൂടി ഇന്ത്യ സെക്ടറിൽ ലഭിക്കും. ഞാൻ പറയുന്നത് ദേശീയ തലത്തിൽ BJP കൊണ്ടുവന്ന വലിയൊരു രാഷ്ട്രീയ നയമായിരുന്നു അത്. ആ നയം പരാജയപ്പെടുത്തിയ ജനങ്ങള്, അത് നിസ്സാര കാര്യമല്ല. അത് മുഖ്യ ചർച്ചയായിട്ട് വരുന്നില്ല. കാരണം ഹരിയാനയിൽ ഫോക്കസ് ചെയ്യാണ് നിങ്ങള്. ഹരിയാനയിലത്തെ തെരഞ്ഞെടുപ്പ് വിജയം തന്നെ BJP-യുടെ. പക്ഷെ അവിടെയും ശ്രീ ശിവശങ്കരൻ വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയൊരു കാര്യമുണ്ട്. മഞ്ജുഷ സൂചിപ്പിച്ചല്ലോ, അതായത് ഈ വോട്ട് ശതമാനത്തിലും തുല്യമാണ് BJP കോൺഗ്രസും. സാങ്കേതികമായിട്ട് MLA-മാർ, അത് വോട്ട് കിട്ടി, MLA-മാരില്ല. അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. അദ്ദേഹം ഒരു 3 മണ്ഡലം ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് മാത്രമല്ല ഹൂഡയുടെ മണ്ഡലത്തിലും അങ്ങനെ തന്നെയാണ്. വലിയ വിജയമാണ്. ഏതാണ്ട് 75,000-ഓളം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്.
അല്ല, പിന്നെ ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ, അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കി തരേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം പറഞ്ഞ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഒപ്പം നിൽക്കാൻ പറ്റാവുന്ന നേതാവില്ലെന്നുള്ള ആ ഒരു ആരോപണം മാറിപ്പോയിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യ മുന്നണി എന്നുള്ളത് ശക്തമാണ് ഹരിയാന സംസ്ഥാനത്തും അതുപോലെ ജമ്മു കാശ്മീരിലും. അവിടെ നാഷണൽ കോൺഫറൻസ് അവർക്ക് 42 സീറ്റ് കിട്ടിയാലേ കോൺഗ്രസിന്റെ 100-200 വോട്ട് ഉണ്ടാവുമല്ലോ ജയിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേശീയ തലത്തിൽ BJP കൊണ്ടുവന്ന വലിയ നയമാറ്റമാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം. അതവിടെ പരാജയപ്പെട്ടു പോയി ജമ്മു കാശ്മീരില്. അവിടെ BJP കാശ്മീർ താഴ്വരയിൽ അവർ മത്സരിച്ചില്ല എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവരതിന് പകരം അവരെ കാണിച്ച സൂത്രം നമ്മൾ മറക്കരുത്. സ്പോൺസേഡ് ആളുകൾ ഉണ്ടായിരുന്നു. ശരിയാണ്. ഞാൻ അതിൽ ഡോക്ടർ ജി ഗോപകുമാറിന്റെയും ഫഖ്റുദ്ദീൻ അലിയുടെയും അഭിപ്രായം കൂടി തേടാം. ഡോക്ടർ ജി ഗോപകുമാർ, ആർട്ടിക്കിൾ 370 അത് എതിർത്ത് തോൽപ്പിക്കപ്പെട്ടു ജമ്മു കാശ്മീരിൽ. അതാണ് ശ്രീ എൻ ശ്രീകുമാറിന്റെ വാക്കുകൾ. ഇത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന കാര്യം തന്നെയാണ്. അതല്ലായിരുന്നുവെങ്കിൽ BJP ജയിക്കേണ്ടതായിരുന്നു എന്ന്. നമുക്കത് ആർട്ടിക്കിൾ 370 പിൻവലിച്ച് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് വേറൊരു ചർച്ചയ്ക്ക് തന്നെ വകയുള്ളതാണ്. പക്ഷെ ഇവിടെ കണ്ടത്. അതെ, പക്ഷേ അത് വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകി. സംസ്ഥാന പദവി ജമ്മു കാശ്മീരിന് തിരിച്ചു കിട്ടണമെങ്കിൽ സമാധാനം പുലർത്തേണ്ട ആവശ്യമുണ്ട്. എന്നും കല്ലെറിഞ്ഞും റോഡിൽ ആൾക്കാരെ തടഞ്ഞും തീവ്രവാദികളുടെ രാഷ്ട്രീയവും പാകിസ്ഥാൻ്റെ സ്വാധീനവും എന്നും കഴിഞ്ഞുകൊണ്ട് എത്ര കാലം ഇത് കഴിയും? എത്ര കാലം ഒരു സംസ്ഥാനത്തെ നമുക്കിങ്ങനെ രാജ്യത്ത് നിലനിർത്താൻ കഴിയും? അത് പിന്നീട് അന്താരാഷ്ട്രീയ രംഗത്തേക്ക് അത് കൊണ്ടുവന്ന് ഞാനാണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ ഇന്ന് തീരത്തില്ല. കാശ്മീർ തന്നെ പാകിസ്ഥാൻ കൊണ്ടുപോയ പ്രശ്നങ്ങളും അന്തർദേശീയ തലത്തിൽ കൊണ്ടുപോയ പ്രശ്നങ്ങളും അതിലുണ്ടാക്കിയ അബദ്ധങ്ങളും ഒന്നും നമ്മളിനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമേ പറ്റുള്ളൂ. ആ മാർഗ്ഗമെന്ന് ഇപ്പോൾ കണ്ടെത്തിയത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. 370 എടുത്ത് കളയുമെന്നുള്ളത് പ്രതീക്ഷിച്ചതാണ്. കാരണം BJPയുടെ എല്ലാ കാലത്തെയും ജനസംഘിൻ്റെ മാനിഫെസ്റ്റോയിൽ പോലും അത് പറയുന്നുണ്ട്. പക്ഷേ ഈ സംസ്ഥാന പദവി കളയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ സംസ്ഥാന പദവി കളഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇതൊരു അന്തിമ തീരുമാനമല്ല, സമാധാനം പുലർത്തിയാൽ തീർച്ചയായിട്ടും സംസ്ഥാന പദവി കിട്ടും. എന്തായാലും ഇന്നിപ്പോൾ കാശ്മീർ ചൗക്കിലും മറ്റേ ശ്രീനഗറിലെ പ്രധാനപ്പെട്ട മേഖലയിലുമൊക്കെ രാത്രി 12 മണിക്ക് പോലും ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. സമാധാനം പഴയതിനേക്കാൾ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നടപടികൾ അവിടെ എടുത്താലേ കാശ്മീരിൽ വളരെ BJP ജയിച്ചോ തോറ്റോ എന്നുള്ളത് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി അല്ല, സെക്കൻഡറിയാണ്. കാരണം അവിടുത്തെ ഡെമോഗ്രഫി വെച്ച് BJPക്ക് ജയിക്കണമെങ്കിൽ നാഷണൽ കോൺഫറൻസോ അല്ലെങ്കിൽ PDPയോ വേണം. നമുക്കറിയാം അവിടുത്തെ കാര്യമായിട്ടൊന്നുമില്ല. മറിച്ച് അവര് കുറച്ച് വോട്ടുകൾ ചിതറിപ്പിക്കാൻ ശ്രമിച്ചു. അതേസമയം ജമ്മുവിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്തു. ആ പോളറൈസേഷൻ അവർക്ക് ഗുണം ചെയ്തു എന്നുള്ളത് സത്യമാണ്. വാലിയിൽ ഒരിക്കലും BJP ജയിക്കാൻ പോണില്ല. അപ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയം എന്തിനാ വിളിച്ചു വയ്ക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സത്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് വിജയം ആര് ജയിച്ചാലും തോറ്റാലും കാശ്മീരിനെ സംബന്ധിച്ചോളം 64% പോൾ ചെയ്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ റെക്കോർഡായിരിക്കും. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തൊട്ടുള്ള കണക്കെടുത്ത് നോക്കിയാൽ വാസ്തവത്തിൽ കാശ്മീരിന് സംസ്ഥാന പദവി കൊടുക്കണം. അത് നാളെ തിരിച്ചു വരണം. ഇന്ത്യയുടെ ഒരു ഫെഡറൽ ഭാഗമായിട്ട് അത് മാറണം. യൂണിയൻ ടെറിട്ടറി ആയിട്ടല്ല നിൽക്കേണ്ടത്. പക്ഷേ അതിനു വേണ്ടിയുള്ളൊരു സ്റ്റെപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണും. ശ്രീ ഫഖ്റുദ്ദീൻ അലി, താങ്കൾക്ക് ആ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? എൻ ശ്രീകുമാറാണ് അതിവിടെ തുടക്കമിട്ടത്. BJPക്ക് ഏറ്റ തിരിച്ചടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഏറ്റ തിരിച്ചടി അതാണ് ജമ്മു കാശ്മീരിൽ കണ്ടതെന്ന്. അത് ഞാൻ അതിന് മറുപടി പറയാം. ഒന്നാമത്തത് അത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ ഇലക്ഷനിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു 2014 അവിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം സമീപകാലത്ത് രേഖപ്പെടുത്തിയത്. അതിനേക്കാൾ 2% കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ ഇന്നിപ്പം വായിച്ചത്. വോട്ടർ ടേൺ ഔട്ട്. പക്ഷേ സമാധാനപരമായ ഇലക്ഷൻ നടത്തി. അതുപോലെ തന്നെ ജമ്മു മേഖലയിൽ അവർക്ക് കൂടുതൽ കോൺഗ്രസിനെതിരെ അവർക്ക് നന്നായി കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ള അവരുടെ വിജയം തന്നെയാണ്. പക്ഷേ BJP മുന്നോട്ടെടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെയുള്ള മുസ്ലിങ്ങളും ഒക്കെ തന്നെ വൻതോതിൽ തീവ്രവാദികൾക്കെതിരെ ഉള്ള നിലപാടെടുക്കുകയും അവർ BJPയുടെ ഈ പുതിയ 370 റദ്ദാക്കിയതിന് അനുകൂലമായിട്ട് അവർ മാനസികമായിട്ട് അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വിഭാഗം ജനങ്ങളെങ്കിലും വിദ്യാസമ്പന്നരായിട്ടുള്ള. അപ്പോൾ അത് അവരുടെ വോട്ട് ഷെയർ അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ സപ്പോർട്ട് ചെയ്ത സ്ഥാനാർത്ഥികൾ കിട്ടിയ വോട്ട് ഷെയർ എടുത്തു കഴിഞ്ഞാലാണ് അതിൽ എത്രത്തോളം ആ പറഞ്ഞത് വാലിഡ് ആണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് ഞാനാ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാനതാണ് നോക്കുന്നത്. അവിടെയുള്ള മൈനോറിറ്റിയുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടായത്. BJP പറയുന്നത് ശരിയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. വോട്ട് ഷെയറിൽ 1%, 2% എങ്കിലും അവിടെ അവർക്ക് വോട്ട് ഷെയറിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സൂചനയാണ് രാജ്യത്തിന്. പിന്നെ നേരത്തെ എന്താ ശിവശങ്കരൻ പറയുന്നത് കേട്ടു, ഒന്നും കൂട്ടിയാൽ 2 എപ്പോഴും ഒന്നും കൂട്ടിയാൽ ശിവശങ്കരൻ 2 അസ്കർ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് എന്താ തെറ്റിദ്ധരിച്ചാൽ മൂപ്പര് ഏതൊക്കെയോ പണ്ടാർക്കോ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചർച്ച കേട്ടത്.
പിന്നെ ഒന്നും കൂട്ടിയാൽ എപ്പോഴും രണ്ടാവണമെന്നില്ല. പക്ഷേ ചില സമയത്ത് ഒന്നും കൂട്ടിയാൽ രണ്ടാവും. എസ്പെഷ്യലി ഈ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിട്ട് BJP പീഡിപ്പിക്കുക എന്നൊക്കെ ഒരു ഫീലുള്ള സമയത്ത് 2% വോട്ടാണ് ഞാനിപ്പോൾ നോക്കിയ സമയത്ത് ആം ആദ്മി പാർട്ടിക്ക് അവിടെ കിട്ടിയത്. അത് ചെറിയ മാർജിനാണ് നിങ്ങളും കോൺഗ്രസ് തമ്മിലുള്ളൂ. ഇത് ആം ആദ്മി പാർട്ടിക്കാണ് അർബൻ മേഖലയിൽ സ്വാധീനം ഏറ്റവും കൂടുതൽ, അവർക്കാണ് അർബൻ മേഖല ഏറ്റവും കൂടുതൽ സ്വാധീനം എന്നാണ് ഞാൻ പറഞ്ഞത്. BJPക്കല്ല. BJP ജനസംഘത്തിന് ആദ്യ കാലത്ത് ശരിയായിരുന്നു, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഒരു സ്വാധീനം കൂടെ, പിന്നെ മധ്യപ്രദേശിലുണ്ടായിരുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി നിങ്ങൾ നോക്കിയാൽ അവരുടെ സ്വാധീനം മേഖല പൊതുവെ അർബൻ മേഖലയാണ്, അർബൻ സ്വഭാവമുള്ള സംസ്ഥാനങ്ങളിലാണ്. അവിടെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് കട്ടറായ ആം ആദ്മി പാർട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർ സഖ്യത്തിൽ വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ നേതാവിനെ പീഡിപ്പിച്ചു എന്ന് അവർ പറയുന്ന BJPക്കെതിരെ കോൺഗ്രസിന് അവർ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഒന്നും കൂട്ടിയാൽ 2 തന്നെ ആവാനാണ് സാധ്യത സ്വാഭാവികമായിട്ട്. കുറച്ച് തന്നെ അവരുടെ വോട്ടേഴ്സ് ഇന്ന് ഇന്റലക്ച്വലി മോട്ടിവേറ്റഡ് ആണ്. ഇപ്പം കോൺഗ്രസ് കൂടി അവരെ പറ്റിച്ച് തോന്നിയപ്പോൾ അവർ പ്രതികാര ബുദ്ധിയോട് കൂടി വോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ പറഞ്ഞത്. ശരി, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നമുക്ക് കൃത്യമായി നാളെ റിസൾട്ട് വന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കും. ഇപ്പോൾ മഞ്ജുഷേ ശ്രീ ഗോപകുമാർ സാറിന് എനിക്ക് ചോദ്യമുണ്ട്. അതായത് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഈ ജമ്മു കാശ്മീരിൽ നിന്നുണ്ടായത്. സംശയമില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു പോയത് അന്തർദേശീയ തലത്തിൽ, അതായത് നമ്മളുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ വരെ എത്തിയതാണ് ഈ ജമ്മു കാശ്മീരിലത്തെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അവിടെ BJPയുടെ വിദേശ നയത്തിനേറ്റ പരാജയമാണത്. അവരുടെ വിദേശ നയം എന്ന് പറയുന്നത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ ആ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നയപരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ കൂടുതൽ കാണുന്നത്. അതാണ് കാരണം സമാധാനം വരുത്താൻ വേണ്ടിയുള്ള ശരി തന്നെയാണ്, നല്ല കാര്യമാണ്, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരിച്ചത് എങ്ങനെയാണ്? അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തെ അധികാരത്തിലേറ്റിക്കൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇവരുടെ ഈ വിദേശ നയത്തിൽ വരുന്ന ശരിയാണ്. അതായത് ഒരു ഹിതപരിശോധന അവിടെ നടന്നു, അതിൽ കേന്ദ്ര സർക്കാർ പരാജയമായി എന്നാണ് താങ്കൾ പറയുന്നത്. അത് മാത്രമല്ല, ഒമർ അബ്ദുള്ള 2ഇടത്താണ് വിജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതാണ് ഒമർ അബ്ദുള്ള. എഞ്ചിനീയർ റാഷിദിനോട്, ജയിലിൽ കിടന്ന എഞ്ചിനീയർ റാഷിദിനോട് തോറ്റയാളാണ് ഒമർ അബ്ദുള്ള. അദ്ദേഹത്തിന് ശക്തമായ ഒരു തിരിച്ചുവരവ് ജമ്മു കാശ്മീരിൽ കാണുകയും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ശിവശങ്കർ, താങ്കളാണ് അതിന് മറുപടി പറയേണ്ടത്. ആ ഹിതപരിശോധനയിൽ പരാജയപ്പെടുകയായിരുന്നു കേന്ദ്ര സർക്കാർ, അത് വിദേശ നയത്തിന്റെ പരാജയമാണ് എന്ന്. ഞാൻ ആദ്യം ശ്രീ ഗോപകുമാർ സാറിനെ അദ്ദേഹത്തിൻ്റെ ശക്തമായ വാക്കുകൾക്ക് ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കാശ്മീർ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എന്നേക്കാൾ വളരെ ശക്തമായും ഏറ്റവും മാന്യമായും അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഭാസ്കർ എന്തുകൊണ്ടാണ് ശ്രീകുമാറാണ് പറഞ്ഞത്. കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ N ശ്രീകുമാറാണ് ശിവശങ്കർ പറഞ്ഞത്. ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച അദ്ദേഹമാണ്. ശ്രീകുമാർ സാറാണ്. അല്ലല്ല, ഞാൻ അതിന് മുൻപ് പറഞ്ഞ ഞാൻ കാണുന്നുണ്ട്. അത് ഫഖ്റുദ്ദീനാണ്. ഹസ്കറി ചർച്ചയിലില്ല. താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. ഹസ്കറി ചർച്ചയിലില്ല, ഫഖ്റുദ്ദീനാണ് അതിനു മുമ്പ് സംസാരിച്ചത്. സോറി, ക്ഷമിക്കണം, എനിക്ക് തെറ്റിയതാണ്. ഫഖ്റുദ്ദീൻ പറഞ്ഞത്, ക്ഷമിക്കണം, അദ്ദേഹം പറഞ്ഞത് ഈ ആം ആദ്മി പാർട്ടിയുടെ ആ പെർസെൻറ്റേജ് ഓഫ് വോട്ട് അത് താങ്കൾ കറക്റ്റ് ചെയ്തു. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ്സിന് ഈ പറഞ്ഞ 1,00,000-അടുത്തൊക്കെ പെർസെൻറ്റേജ് വോട്ട് കൂട്ടിയത്? അതുകൊണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ BJP ആൻഡ് കോൺഗ്രസ് ഇല്ല, വളരെ ചേരാന്ന് പറയുമ്പോൾ ചില മണ്ഡലങ്ങളിൽ, ഞാനത് പ്രത്യേകം പറഞ്ഞു, നൂഹ്, ഫിറോസ്പൂർ, പുനാഹാന തുടങ്ങിയ മണ്ഡലങ്ങളിൽ ചില കലാപകാരികൾ നിന്നെടുത്ത് 1,00,000 വോട്ടൊക്കെ കിട്ടി. അതുകൊണ്ടാണ് അടുത്ത് വന്നത്, അല്ലാണ്ട് മറ്റിടത്തൊക്കെ വ്യത്യാസം ധാരാളമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രീകുമാർ സാറ് പറഞ്ഞത്, ഒരു ദേശീയ നയം രൂപീകരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അതിനെതിരായി റിസൾട്ട് ചെയ്താൽ അത് വെച്ചിട്ടാണോ ദേശീയ നയം കോൺഗ്രസ് രൂപീകരിക്കുക എന്ന് ശ്രീകുമാർ സാറിനെ പോലെയുള്ള ചിന്തകരായ കോൺഗ്രസിൻ്റെ അനുഭവസമ്പത്തുള്ള ആളുകൾ വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കതിനോട് എതിർപ്പുണ്ട്, എനിക്ക് അതിൽ കൂടുതൽ വിഷമമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്, അങ്ങനെയാണെങ്കിൽ നാഗാലാൻഡിലും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പോലും യൂണിയനുമായി അന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്ന ഒരു യൂണിയനുമായി ചേരുവാൻ സാധിക്കാതെ ദേശീയ വിഘടനവാദം സൃഷ്ടിച്ച
കാലഘട്ടങ്ങളുണ്ടായിരുന്നല്ലോ. നക്സൽ ബാരികളുള്ള സ്ഥലത്ത് വോട്ട് പെർസെൻറ്റേജ് മാറിയിട്ടില്ലേ? അപ്പോൾ അതെല്ലാം വെക്കുമ്പോൾ അതെല്ലാം ആ കാലഘട്ടത്തിൽ നടന്ന അവിടുത്തെ ഹിതപരിശോധനയാണെന്നും ബീഹാറിനെയും അതുപോലെ തന്നെ നാഗാലാൻഡിനെയും ചില സംസ്ഥാനങ്ങളെയും രാജ്യത്തുനിന്ന് വിഭജിക്കണമെന്ന് നെഹ്റുവും രാജീവ് ഗാന്ധിയൊക്കെ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു ഭാഗം മാത്രം ഒരല്പം എതിരായി ചിന്തിച്ചു എന്നുള്ളത് കൊണ്ട് ദേശീയ നയത്തെ അത് രൂപപ്പെടുത്തുന്നതിൽ മാറ്റണം എന്നുള്ള രീതി കോൺഗ്രസിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ശ്രീകുമാർ സാറ് അങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്തരം ചിന്തകളാണ് കോൺഗ്രസിനെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ദേശീയ ധാരയിൽ നിന്ന് തന്നെ മാറ്റിക്കൊണ്ടുപോയത്. ഒരു സംസ്ഥാനത്തെ കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സമയം വേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവരെ ഒരു രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും ദേശീയ ധാരയിലേക്ക് എത്തിക്കുവാനും ഒരല്പം സമയം വേണ്ടി വന്നേക്കാം. പക്ഷേ അവർ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ ഉടനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റണമെന്നും അവർക്ക് പ്രത്യേകം അവകാശം നൽകണമെന്നും അത് മറ്റു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇല്ലാത്ത അവകാശം, അമിത അധികാരം അതും നൽകണമെന്നും ആവശ്യപ്പെടുന്ന ഒരു ജനതയുടെ ഭാഗമായി നിൽക്കുവാനായിട്ട് എനിക്ക് തോന്നുന്നില്ല മാന്യരായ കോൺഗ്രസ് നേതാക്കളോ സ്വാതന്ത്ര്യ സമര സേനാനികളോ ആരും അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തെറ്റാണ് എന്ന് തന്നെയാണ് ശ്രീ ഗോപകുമാർ സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജനസംഘ കാലം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ തീരുമാനത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങളെ അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ചെയ്യും. അതൊരു പ്രദേശത്തെ 2 മണ്ഡലത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ 40ഓളം മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് എതിരായ അഭിപ്രായം വെച്ചിട്ട് ദേശീയ തീരുമാനത്തെ, ദേശീയ ചിന്താഗതിയെ മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, കാശ്മീർ തിരഞ്ഞെടുപ്പ് ഒരു നാഷണൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കപ്പെട്ടു എന്നുള്ള ചിന്ത ഞാൻ ചോദിച്ചോട്ടെ, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഒരു അഭിപ്രായം, ആ രാജ്യത്തിൻ്റെ ഒരു ദേശീയമായ ചട്ടക്കൂട് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടായാൽ മറ്റു രാജ്യങ്ങൾ ഇടപെടണമെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ചൈനയിലൊക്കെ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിലും അവിടെ പല ഭാഗത്തും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ ഇന്ത്യ ഇടപെടണമെന്നും അല്ലെങ്കിൽ UN ഇടപെടണമെന്നുമാണോ നിങ്ങളെല്ലാം പറയുന്നത്? അപ്പോൾ ഇതൊക്കെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്തുള്ള പ്രശ്നങ്ങളാണ്. അത് തീർക്കുവാനായിട്ട് ഇന്ത്യക്ക് അല്ല, ഞാൻ പറഞ്ഞു തീരോട്ടെ. അപ്പോൾ ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ വിഷമിക്കണം എന്തിനാ? പലതും ശ്രദ്ധിക്കപ്പെടട്ടെ. പക്ഷേ നമ്മളുടെ തീരുമാനം, ദേശീയ തീരുമാനം ഇതാണ്. ജനങ്ങൾ, ഈ ഭാരതത്തിലെ ജനങ്ങൾ നിശ്ചയിക്കുന്നതും വിശ്വസിക്കുന്നതും ഇതാണ്. അതുകൊണ്ട് UN-ൻ്റെയോ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും ചെറിയ ഒരു 2-3 കൗൺസിൽ അംബാസിഡർമാരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സെക്രട്ടറിമാരുടെയോ വാറോല വന്നാൽ നമ്മളുടെ ദേശീയ സ്വഭാവം മാറ്റണമെന്നുള്ള ഒരു പഴഞ്ചൻ അടിമത്ത സ്വഭാവത്തെയാണ് നമ്മൾ മാറ്റേണ്ടത്. അത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു സെക്രട്ടറിയുടെയോ മറ്റോ ആവശ്യമല്ല. ഇവിടെ രാജ്യത്തെ ജനങ്ങൾ നിശ്ചയിക്കും ആരോടൊപ്പം എങ്ങനെ നിൽക്കണമെന്ന്. അതാണ് ദേശീയ തീരുമാനം. അതിനോടൊപ്പമാണ് കോൺഗ്രസ് നിൽക്കേണ്ടത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരിയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തുകയാണ്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തെ കാത്ത് ഇപ്പോൾ നേതാക്കൾ ഇരിക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തകർ ഇപ്പോൾ തടിച്ചുകൂടിയിട്ടുണ്ട് BJP ഹെഡ് ക്വാർട്ടേഴ്സിൽ. സാധാരണയായി BJPക്ക് വലിയ വിജയമുണ്ടാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഹെഡ് ക്വാർട്ടേഴ്സിലെത്തുകയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതും പതിവാണ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം ഹെഡ് ക്വാർട്ടേഴ്സിലെത്തുകയും പ്രവർത്തകരെ കാണുകയും ചെയ്തിരുന്നു, അവിടെ സംസാരിച്ചതുമാണ്. ഡോക്ടർ G. ഗോപകുമാർ, ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു സമയമാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അത് നെക്സ്റ്റ് ഫേസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതാണ്ട് നവംബറിലൂടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടത്തണം. അതുപോലെ തന്നെ ജാർഖണ്ഡിൽ വരുന്നു. ഫെബ്രുവരിയോടുകൂടി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ ഒരു നേട്ടം അത് ആവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലാണോ BJP ഉള്ളത്? മഹാരാഷ്ട്രയിൽ അങ്ങനെ BJPക്ക് എളുപ്പമല്ലല്ലോ കാര്യങ്ങൾ. പക്ഷേ ഹരിയാനയിൽ എളുപ്പമായിരുന്നില്ല, പക്ഷേ അവിടെ ജയിച്ചു. അല്ല, അത് വലിയൊരു ചോദ്യമാണ്. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് വളരെ നേരത്തെ നമുക്ക് ഒട്ടും അനലൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് വിരുദ്ധമായൊരു സാഹചര്യമാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ ഫാക്ടേഴ്സും, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധി മാത്രമല്ല, അതിനകത്തുള്ള ശിവസേനയിലെ പ്രശ്നവും NCPയിലെ പ്രശ്നവും പൊതുവിൽ കോൺഗ്രസും BJPയും നിൽക്കുന്ന 2 തട്ടുകളിലെ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ BJP തോക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ നിലപാടിൽ കാണുന്നത്. താങ്കൾ ഈ ചോദിച്ചോണ്ട് ഞാൻ ടു ഇയർലി ടു സേ എന്ന് പറയുമ്പോഴും, പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ മൈക്രോ മാനേജ്മെൻറ്റ് അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഡൽഹിയിലും അതെ, ജാർഖണ്ഡിലും അതെ. ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള പണ്ഡിതരൊക്കെ പറഞ്ഞു തുടങ്ങിയത് ഹരിയാന ഉൾപ്പെടെ പലയിടത്തും തോക്കും,
അത് അവിടെ ഒരു സുനാമിയാണോ ബാക്കിയുള്ളത് എന്നൊക്കെ ഉള്ള രീതിയിലാണ്, ഹവയാണോ സുനാമിയാണോ തൂഫാനാണോ എന്നൊക്കെയാണ് ചോദിച്ചത്. അത് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ കർണാടകത്തിൽ തുടങ്ങിയതാണല്ലോ BJPയുടെ ഒരു തേരോട്ടം. അവിടെ നിന്ന് തുടങ്ങി ഓരോ സംസ്ഥാനങ്ങൾ പിടിച്ച് അങ്ങനെ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എത്തുന്നു. പിന്നെയും അതൊരു ഉയർച്ചയുടെ കാലഘട്ടം, പിന്നെ എല്ലാത്തിനും ഉള്ളതുപോലെയുള്ള ഒരു ഡിക്ലൈൻ അതുണ്ടാകുന്നു. അവിടെയാണ് കർണാടകത്തിൽ തുടങ്ങി, BJPക്ക് നഷ്ടപ്പെട്ടു, കോൺഗ്രസ് നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും കഷ്ടിച്ച് BJPക്ക് അധികാരത്തിൽ, NDAക്ക് അധികാരത്തിലെത്താൻ പറ്റുന്നു. അങ്ങനെ ഇനി അത് ഡിക്ലൈൻ്റെ സമയമാണ് BJPയുടെ. അങ്ങനെ വന്ന് ഹരിയാന നഷ്ടപ്പെടാൻ പോകുന്നു, ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്നു, മഹാരാഷ്ട്ര നഷ്ടപ്പെടാൻ പോകുന്നു. ഇങ്ങനെയുള്ള ഒരു അനാലിസിസ് ആണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഒരു തിരിച്ചടി കോൺഗ്രസിനുണ്ടായിരുന്നത് കാണുന്നു, BJPക്ക് ഒരു വലിയ നേട്ടമുണ്ടാകുന്നു ഹരിയാനയിൽ. അങ്ങനെയല്ലേ കാണേണ്ടത്? അതെ, ഇവിടെ കാണേണ്ടത് അതായത് ഒരു തടസ്സം അവിടെ വന്നു കഴിഞ്ഞു. വാസ്തവത്തിൽ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്യാൻ 10 വർഷം ധാരാളം മതി എന്നുള്ളതാണ്. ഇപ്പോൾ 15-ാം വർഷത്തേക്ക് സെൻട്രലിലെ മാൻഡേറ്റ് കിട്ടി. അപ്പോൾ അത് സംസ്ഥാനങ്ങളിൽ അതുപോലെ ആവർത്തിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് നടക്കാതിരിക്കുന്ന സാഹചര്യത്തിലും ഫെഡറലിസത്തിന് വിജയമുണ്ട്. ഫെഡറലിസത്തിൻ്റെ വിജയത്തിന് മറ്റ് പാർട്ടികൾ ഭരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരേ പാർട്ടിയെ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. ഈ ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് എന്ന് പറയുന്ന ആശയം തന്നെ ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ ആദ്യം കൊണ്ടുവന്ന് കേരളത്തിലെ ഒരു നേതാവാണ്. അത് മറ്റാരുമല്ല, കരുണാകരനാണ് പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ നല്ല സമയത്തോ കേന്ദ്രവും സംസ്ഥാനവും ഒരു പാർട്ടി ഭരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് ഓപ്പറേറ്റ് ചെയ്യാത്രത്തോളം കാലം അത് ഒരു വിരുദ്ധ മാൻഡേറ്റ് ആണെന്നും പറയാൻ പറ്റില്ല. ഒരു സമയത്ത് BJPക്ക് 20 സംസ്ഥാനങ്ങൾ കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ അത് താഴോട്ട് പോകാം. പല സംസ്ഥാനങ്ങളിലും തോക്കാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങൾക്കുള്ളിലും ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ. കാരണം ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ ഹിമാചൽ പ്രദേശിന്റെ ഉദാഹരണമുണ്ട്. അവിടെ സഹായം കിട്ടുന്നുണ്ടോ എന്ന് ജനങ്ങൾ ഉറ്റുനോക്കുന്നു. അല്ല, ഇത് ഒരു കണക്കിന് നല്ലതാണ്, കാര്യങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും ജനങ്ങൾ വിലയിരുത്തുന്നു. സുസ്ഥിരമായിരിക്കുമോ ഈ സർക്കാർ എന്നുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ BJPക്ക് കൂടുതൽ ഫേവറായിട്ട് കാര്യങ്ങൾ പോകുന്നു. അതുമൊക്കെ ഹരിയാനയിൽ പ്രകടമായിട്ടുണ്ടാകാം. ഹരിയാനയിൽ അത് പ്രകടമായി. മറ്റെല്ലാ സംസ്ഥാനങ്ങളും അതുപോലെ ആവർത്തിക്കണമെന്നില്ല. ഇപ്പോൾ ഡൽഹി നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഡൽഹിയിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കേന്ദ്രത്തിൽ നല്ലൊരു ഗവൺമെൻറ്, സ്റ്റേബിൾ ഗവൺമെൻറ്റാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലുള്ള ബേസ് എന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാർ, റെഫ്യൂജീസായിട്ട് വന്ന ആൾക്കാർ, അവർക്ക് കൊടുക്കുന്ന വെൽഫെയർ ബെനിഫിറ്റ്സ്, ഫ്രീ ബീസ്, അവരാണ് കയറി കൂടുതൽ വോട്ട് ചെയ്യുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വോട്ടിംഗ് രീതി അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ 7 സീറ്റ് BJP ജയിച്ചുകൊണ്ട് ഡൽഹിയിൽ ആം ആദ്മി BJP അതുപോലെ സംസ്ഥാനം പിടിച്ചടക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വ്യത്യാസം കാണുന്നത് ഹരിയാന പോലുള്ളൊരു സംസ്ഥാനത്തിൽ 10 വർഷം കഴിഞ്ഞിട്ടും ആൻറ്റി ഇൻകംബൻസി ചെറുത്ത് നിർത്താൻ കാരണമാക്കി. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ മൈക്രോ മാനേജ്മെൻറ്റ്. ആ നിലയ്ക്ക് അൾട്ടർനേറ്റീവ് ഉണ്ട് എന്നുള്ളത് BJPക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യ സഖ്യം ശക്തമാണെന്നുള്ളതും അറിയാം. ഇനി അങ്ങോട്ട് കൂടുതൽ ശക്തമാകാനേ സാധ്യതയുള്ളൂ. കാരണം ഒന്നിച്ച് നിന്നില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് പ്രതിപക്ഷ കക്ഷികൾക്ക് മറ്റാരേക്കാൾ മനസ്സിലായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ഹെഡ് ക്വാർട്ടേഴ്സിലെത്തും. അമിത്ഷാ എത്തിക്കഴിഞ്ഞു, JP നഡ്ഡ എത്തിക്കഴിഞ്ഞു, രാജ്നാഥ് സിംഗ് വന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. പ്രൈം ഡിബേറ്റിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: BJPയെ നേരിടാൻ കോൺഗ്രസിന് കഴിയുമെന്ന് 62% പ്രേക്ഷകർ, ഇല്ല എന്ന് 36% പ്രേക്ഷകർ മാത്രം, നിഷ്പക്ഷം 2%. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും BJP ഹെഡ് ക്വാർട്ടേഴ്സിൽ. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.